ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ചിട്ടുള്ള സൈനിക നീക്കം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ സർവശക്തിയാണ്. ഏതാണ്? ഓപ്പറേഷൻ സർവശക്തി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എന്തായാലും ജമ്മു കാശ്മീരല്ലേ, അപ്പോൾ അവിടെ എപ്പോഴും മിക്കവാറും ഇങ്ങനെ ആക്രമണമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ സർവശക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ അവരെ കീഴ്പ്പെടുത്തണം എന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ സർവശക്തി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്തുന്ന ഭീകരർക്കെതിരെ ഇന്ത്യൻ കരസേന ആരംഭിച്ചിട്ടുള്ള സൈനിക ഓപ്പറേഷൻ ആണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ലയണൽ മെസ്സിനെയാണ്. അപ്പോ ഓർത്തു വെച്ചേക്ക, 2023 ഫിഫയുടെ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മെസ്സിയാണ്. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ ഐത്താന ബോൺമതി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഐത്താന ബോൺമതി. ബോള് മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ഐത്താന ബോൺമതി. ഓക്കെ, ഫിഫയുടെ ആണ് കേട്ടോ, ഫുട്ബോൾ ആണ്. അപ്പൊ ബോള് മതി. ഇനി സ്പെയിൻകാരിയാണെന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സൂറത്തും അതുപോലെ തന്നെ ഇൻഡോറും ആണ്. അത് കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരം അല്ലെ. അപ്പൊ വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡോർ, നമ്മൾ ഇംഗ്ലീഷിൽ ഇൻഡോർ എന്ന് പറയില്ലേ. ഇൻഡോർ എന്ന് പറഞ്ഞാൽ വീടിനകത്ത് അല്ലെ. ഇൻഡോർ ഒക്കെ നന്നായിട്ട് വൃത്തിയാക്കി നമ്മൾ വെക്കണം എന്നൊക്കെ ഓർക്കാം. അപ്പൊ ഇൻഡോറും അതേപോലെ തന്നെ സൂറത്ത്. ഷുവർ ആയിട്ടും നമ്മൾ ഇൻഡോർ ക്ലീൻ ചെയ്ത് വെക്കണം എന്നൊക്കെ ഓർക്കാം. ഷുവർ എന്ന് ഞാൻ ഉദ്ദേശിച്ച സൂറത്തിന്റെയാണ് കേട്ടോ. അപ്പോൾ സൂറത്തും ഇൻഡോറും എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. കേന്ദ്ര സർക്കാരിന്റെ 2023 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതൊക്കെയാണ്? സൂറത്തും ഇൻഡോറും. അടുത്ത പോയിന്റ് നോക്കാം. 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവാണ്. ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രമാണ് പൂവ്. ജസ്റ്റ് ഓർക്കാം, ഒരു കാക്കയും പൂവുമായിട്ടൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാം അല്ലെ. കാക്ക ഒരു പൂവ് നോക്കി നിൽക്കുന്നതോ ആയിട്ടൊക്കെ ജസ്റ്റ് ഒരു ഇമേജ് ഒന്ന് മൈൻഡിലേക്ക് വെറുതെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കിനി കയറാം. അടുത്ത പോയിന്റിലേക്ക് കയറുന്നേക്കാളും മുമ്പ് നമുക്ക് ഈ പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ സ്പീഡിൽ ഒന്ന് നോക്കാം കേട്ടോ. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സർവശക്തി? കിട്ടുന്നുണ്ടോ? ജമ്മു കാശ്മീർ അല്ലെ. പിന്നെ 2023 ഫിഫയുടെ മികച്ച പുരുഷ താരം ലയണൽ മെസ്സി. 2023 ഫിഫയുടെ മികച്ച വനിതാ താരം ഐത്താന ബോൺമതി. പിന്നെ കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് വന്നിട്ടുള്ളത് സൂറത്തും അതേപോലെ തന്നെ ഇൻഡോറും ആണ്. പിന്നെ 2024 ധാക്ക രാജ്യാന്തര ചലച്ചിത്രമേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചലച്ചിത്രം പൂവാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. 2024 ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ള തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസൻ ആണ് കേട്ടോ. PK വീരമണിദാസൻ. അരിമണി നമുക്ക് ഓർക്കാം അല്ലെ. അരി എന്ന് ഉദ്ദേശിച്ചുള്ള ഹരിയാണ് കേട്ടോ. അപ്പൊ ഹരി, ഇവിടെ ഒരു മണിയുണ്ട്. അപ്പൊ അരിമണി എന്നുള്ള രീതിയിൽ ഓർക്കാം. 2024 ആണെന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. 2024 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? നേടിയിട്ടുള്ള തമിഴ് പിന്നണി ഗായകൻ ആരാണ്? PK വീരമണിദാസൻ. ഓക്കെ, ഇനി 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് ഡോക്ടർ അരവിന്ദ് പനഗരിയാണ്. ധനകാര്യ കമ്മീഷൻ അല്ലെ. അപ്പൊ ധനം എന്ന് പറയുമ്പോൾ നമുക്ക് പണവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ അല്ലെ. പണം അല്ലെങ്കിൽ പനഗരിയ പണവുമായിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിതനായത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ അരവിന്ദ് പനഗരിയ. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളം. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കരയാണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. അടുത്ത പോയിന്റ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദ്ധതി. ആ പദ്ധതിയുടെ പേരാണ് സംവാദ. ഓക്കെ, സംവാദ. 9 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്കാണ് എല്ലാ ബുധനാഴ്ചയും ഹൈക്കോടതി സന്ദർശിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകുന്നത്. അപ്പൊ സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും അല്ലെ. അപ്പൊ വാദപ്രതിവാദങ്ങളും എല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പൊ അവരുടെ ഒരു സംവാദമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ സംവാദ എന്നുള്ളത് എല്ലാവരും പഠിച്ചു പോവുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ചുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അതേപോലെ തന്നെ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. ഇനി 2024 ജാനുവരി 16 100ാമത്തെ ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശാൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്.
2024 ജാനുവരി 16 100ാമത്തെ ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കുമാരനാശാൻ. അടുത്ത പോയിന്റ്, ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ്. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഗുജറാത്ത്. ഓക്കെ, പോയിന്റ്സുകൾ ഒന്നും കൂടെ നമുക്ക് സ്പീഡിലൊന്ന് നോക്കിയേക്കാം. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? 2024 ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ള തമിഴ് പിന്നണി ഗായകൻ PK വീരമണിദാസൻ, അരിമണി എന്ന് ഓർക്കാം. പിന്നെ 16ാമത്തെ ധനകാര്യ കമ്മീഷൻ അല്ലെ, ആരാണ്? അരവിന്ദ് പനഗരിയ. 62ാമത്തെ കേരള സ്കൂൾ കലോത്സവ വേദി കൊല്ലം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല കൊല്ലം. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് സംവാദം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം നമ്മുടെ കേരളം. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ. 2024 ജാനുവരി 16 100ാമത്തെ ചരമവാർഷികം ആചരിക്കുന്ന മലയാള കവി കുമാരനാശൻ. ലോകത്തിലെ ആദ്യ സോളാർ വിൻഡ് സംയുക്ത വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണെന്നും കൂടെ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷയാണ്. ജാർസുഗുഡ എന്ന് പറയുമ്പോൾ നമുക്ക് ജാറിന്ന് വരുന്ന സുഗന്ധം, നമ്മൾ ജാറിന്ന് നല്ലൊരു സുഗന്ധം, നല്ലൊരു കറിയുടെ സുഗന്ധമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പോവും അല്ലെ. അപ്പോൾ ഒഡീഷ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. 77ാമത്തെ 2023-24 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അരുണാചൽ പ്രദേശ്. അപ്പോ അതേപോലെ തന്നെ ജയിച്ചിട്ടുള്ളത് ആരാണ്? സർവീസസ് ആണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. ഇപ്പൊ സർവീസ് കിട്ടിക്കഴിഞ്ഞപ്പോ നമുക്ക് നല്ല സന്തോഷമായി എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ അതിന്റെ വെന്യൂം കൂടെ പഠിച്ചു വെച്ചേക്കാം. എവിടെയാണ്? അരുണാചൽ പ്രദേശ്. അടുത്ത പോയിന്റ് നോക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണനാണ്. ഓക്കെ, കവിത മാംസഭോജിയാണ് എന്ന കവിത സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ഏതിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്? കവിത മാംസഭോജിയാണെന്ന് പറഞ്ഞിട്ടുള്ള കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. ഓടക്കുഴൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൃഷ്ണനുമായിട്ട് അപ്പൊ ഗോപികമാരും കൃഷ്ണനുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യട്ടോ. ഗോപികൃഷ്ണൻ. ഓക്കെ, ഇനി സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത് മലയൻകീഴാണ്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ്. ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചിട്ടുള്ള പഞ്ചായത്ത് മലയൻകീഴാണ് കേട്ടോ. അടുത്ത് നോക്കാം. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാവുന്ന രാജ്യം ഖത്തറാണ്. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തറാണ്. 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് കണ്ണൂരാണ്. വേദി എവിടെയായിരുന്നു? കൊല്ലം ജില്ലയിൽ അല്ലെ. 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കോഴിക്കോടിനാണ് കേട്ടോ. അപ്പൊ 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് കണ്ണൂരാണ്. എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്ന? കൊല്ലം ജില്ലയിലായിരുന്നു. 2ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് കോഴിക്കോട്. ഓക്കെ, അപ്പോ ജാർസുഗുഡ താപവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനം ഒഡീഷ. പിന്നെ 77ാമത്തെ, അതായത് 2023-2024 സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അരുണാചൽ പ്രദേശ്. ജയിച്ചിട്ടുള്ളത് സർവീസസ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ 2023 53ാമത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ചുള്ള പഞ്ചായത്ത് മലയൻകീഴ്. 2023 AFC ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് വേദിയാകുന്ന രാജ്യം ഖത്തറാണ്. 62ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിട്ടുള്ളത് കണ്ണൂര്. 2ാം സ്ഥാനം കോഴിക്കോട്. അതേപോലെ തന്നെ 3ാം സ്ഥാനം പാലക്കാടും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കിട്ടിയിട്ടുള്ളത് 61ാമത്തെ കിട്ടിയിട്ടുള്ളത് കോഴിക്കോടിനാണ്. അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചു പോവാ കേട്ടോ. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനർസംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ആദ്യമായിട്ട് GST വകുപ്പ് പുനർസംഘടിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് പെഞ്ച് കടുവ റിസർവ് ആണ്. മഹാരാഷ്ട്രയിലുള്ള പെഞ്ച് കടുവ റിസർവ് ആണ്. ഇന്ത്യയിൽ ആദ്യ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം, മറ്റത് പാർക്കായിരുന്നു കേട്ടോ. ഡാർക്ക് സ്കൈ റിസർവ് പാർക്ക് ചോദിക്കുകയാണെങ്കിൽ പെഞ്ച് കടുവ റിസർവ് ആണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ ലഡാക്ക് ആണ്. ഓക്കെ, അപ്പൊ പാർക്ക് എന്നൊക്കെ പറയുമ്പോൾ പെഞ്ച് കടുവയൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. അപ്പൊ പെഞ്ച് കടുവ എന്നുള്ളത് ഓർക്കാം. പക്ഷെ റിസർവ് കേന്ദ്രം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡാർക്ക് ആണ്, കുറച്ചും കൂടെ സീൻ ഡാർക്ക് ആണെന്നൊക്കെ പറയില്ല. അങ്ങനെ ലഡാക്ക് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡാർക്ക്
ലഡാക്ക്. ഓക്കെ, ഡാർക്ക് സ്കൈ റിസർവ് കേന്ദ്രമാണ് അത് ലഡാക്ക്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതിയാണ് കേര എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അപ്പൊ കാലാവസ്ഥ അനുകൂല കൃഷിയിലൂടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നിലവിൽ വരുന്ന പദ്ധതി ഏതാണ്? കേര. ഇന്ദ്രധനസ് എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് ഇന്ദ്രൻസ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇന്ദ്രധനസ് എന്ന ആത്മകഥ എഴുതിയിട്ടുള്ളത് ഇന്ദ്രൻസ്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനമാണ് DC കണക്ട്. പൊതുജനങ്ങൾക്ക് പരാതികൾ ജില്ലാ കളക്ടർക്ക് നേരിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ട് കേരള സംസ്ഥാന IT മിഷൻ ഒരുക്കുന്ന ഓൺലൈൻ സംവിധാനം ഏതാണ്? DC കണക്ട്. അവരായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, DC കണക്ട് ആണ്. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി കൊച്ചിയാണ്. ഒരു കൊച്ചു എക്സ്പോ ആണ്, അല്ലെങ്കിൽ ഒരു കൊച്ചു പ്ലാന്റിന്റെ ഒക്കെ ഒരു എക്സ്പോ ആണെന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ കൊച്ചിയാണ്, ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആയിരുന്നു എന്റെ വേദി. കേരള പ്ലാന്റേഷൻ എക്സ്പോ 2024 വേദി ഏതാണ്? കൊച്ചി. ഇന്ത്യയിൽ ആദ്യത്തെ ശുചിത്വ ഭക്ഷണ തെരുവ് പ്രസാദം അല്ലെ. നല്ല ശുചിത്വമുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു പ്രസാദം വരും അല്ലെ, ഒരു എനർജി, ഒരു പ്രസാദം വരുന്നൊക്കെ ഓർക്കുക കേട്ടോ. ഇന്ത്യയിൽ നടക്കുന്ന എയ്റോ സ്പോർട്സ് അഡ്വഞ്ചർ ഫെസ്റ്റിവലായ ഇന്റർനാഷണൽ പാരാഗ്ലൈഡിംഗ് കോമ്പറ്റീഷൻ 2024 വേദി വാഗമൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, വാഗമൺ ആണ് ഇടുക്കി ജില്ലയിലെ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയിലാണ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി ചോദിക്കുകയാണെങ്കിൽ റഷ്യയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയാണെന്നുള്ള കാര്യം. ബ്രിക്സിലെ 6 റഷ്യയാണെന്നുള്ളത് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ 2023 എവിടെയായിരുന്നു? സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അപ്പൊ വർഷങ്ങൾ തമ്മിൽ മാറിപ്പോണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കാം. 2023 എന്ന് പറയുമ്പോണ്ടല്ലോ 2ഉം 3ഉം അവസാനത്തെ നമ്മുടെ 2ഉം 3ഉം ഉണ്ടല്ലോ, ആ 2ഉം 3ഉം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 5 കിട്ടും അല്ലെ. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു S പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് 2023 എന്താ S വെച്ചുള്ള സൗത്ത് ആഫ്രിക്കയിലാണെന്നുള്ളത് ഓർക്കാം. 2024 റഷ്യയാണ് കേട്ടോ. ഇനി ആ വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തെ മാതൃകയായിട്ടുള്ളതാണ്? കണ്ണാടി പാലം ചൈന. ഓക്കെ, ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മിക്കുന്ന കണ്ണാടി പാലം ഏത് രാജ്യത്തെ മാതൃകയിലായിട്ടുള്ളതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചൈനയാണെന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചുള്ള ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ് കേട്ടോ. ഗ്രാമവൃക്ഷത്തിലെ കുയിലാണ്. കുമാരനാശാന്റെ ജീവിതം ആസ്പദമാക്കി KP കുമാരൻ സംവിധാനം ചെയ്ത സിനിമയാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഓക്കെ, കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചുള്ള ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 150ാമത്തെ കേട്ടോ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 150. 2024 ജാനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. അപ്പൊ നമുക്ക് ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് കേട്ടുപോവുക, 2024 ജാനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാടാണ്. 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലം അടൽ സേതു ആണ്. അടൽ സേതു. മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലമാണ്. അപ്പോൾ കടൽപ്പാലമാണെന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്തതാണ്. അടൽ സേതു. അടൽ സേതു. 2024 ജാനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. നമ്മൾ പറഞ്ഞു സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ഈ ഉത്തരൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു കോഡ് കൈ വെച്ചിട്ടൊക്കെ ഒരു കോഡ് കാണിച്ചു എന്നൊക്കെ വെറുതെ ഓർക്കുക. അല്ലെങ്കിൽ കോപ്പി അടിക്കുന്ന സമയത്ത് കൈ വെച്ചൊക്കെ കുറെ കോഡൊക്കെ കാണിച്ചു ഉത്തരം കണ്ടപ്പോൾ എന്നൊക്കെ വെറുതെ ഓർത്ത് വെക്കുക കേട്ടോ. 2024 ജാനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. കുമാരനാശാന്റെ 100ാം ചരമവാർഷിക ദിനത്തിൽ തിയേറ്ററുകളിൽ വീണ്ടും പ്രദർശിപ്പിച്ചിട്ടുള്ള ചലച്ചിത്രം ഗ്രാമവൃക്ഷത്തിലെ കുയിൽ. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്? 150. 2024 ജാനുവരിയിൽ പുറത്തുവിട്ട ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 80. 6ാമത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയിട്ടുള്ള കടൽപ്പാലം അടൽ സേതു. 2024 ജാനുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇനി
ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഷെയ്ഖ് ഹസീനയാണ്. ഓക്കെ. അപ്പം നമ്മൾ ഈ റീസെന്റ് ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ഷെയ്ഖ് ഹസീനയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആരെയാണ്? ഷെയ്ഖ് ഹസീന. ഷെയ്ഖ് ഹസീന. ഓക്കെ. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ചുള്ള കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം. എലിക്കുളം ഗ്രാമപഞ്ചായത്ത് കേട്ടോ. അപ്പൊ ആ റോബോട്ടിന്റെ പേര് എലീന എന്നാണ്. അപ്പൊ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാനായിട്ട് റോബോട്ടിനെ നിയമിച്ചുള്ള കേരളത്തിലെ ആദ്യ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. കോട്ടയം ജില്ലയിലാണ് എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. ആ റോബോട്ടിന്റെ പേര് എലീന എന്നാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കായികം എന്നൊക്കെ പറയുമ്പോൾ ജി.വി. രാജ സ്പോർട്സ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തിരുവനന്തപുരത്തല്ലേ. അപ്പൊ അങ്ങനെയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തിരുവനന്തപുരം. അപ്പൊ പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ നോക്കാം. എന്തൊക്കെയാ പറഞ്ഞ? ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിട്ട് തുടർച്ചയായിട്ട് 4ാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഷെയ്ഖ് ഹസീന. പിന്നെ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാനുള്ള ഒരു റോബോട്ട് അല്ലെ, അത് ഏത് ഗ്രാമപഞ്ചായത്തിലായിരുന്നു ചോദിക്കുകയാണെങ്കിൽ എലിക്കുളം ഗ്രാമപഞ്ചായത്ത്. റോബോട്ട് എലീനയാണ്. 36ാമത്തെ ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. ഓക്കെ. അതേപോലെ തന്നെ കേരളത്തിൽ അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് തിരുവനന്തപുരം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏതാണ്? ഇന്ത്യയാണ്. അപ്പൊ നിലവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചൈനയാണ്. ഓർത്തു വെച്ചേക്കണേ. അപ്പൊ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്റ്റീൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണെന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ഉത്സവം എന്ന് പറയും കേട്ടോ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൊബൈൽ ആപ്പ് ചോദിക്കണമെങ്കിൽ, കലോത്സവമല്ല, അപ്പൊ ഉത്സവം എന്നുള്ളത് അറിഞ്ഞു വെക്കുക. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ള എന്നാണ്? 2024 ജാനുവരി 1. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചുള്ള എന്നാണ്? 2024 ജാനുവരി 1. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ എല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. ഓക്കെ. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട്. അപ്പൊ അത് എന്നാണ് തുടക്കം കുറിച്ചുള്ളത്? 2024 ജാനുവരി 1. 2024 ജാനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. അപ്പൊ ആരൊക്കെ തമ്മിലാ? ആ ഡെസേർട്ട് സൈക്ലോൺ എന്ന് പറയുമ്പോൾ ഇന്ത്യയും UAE കേട്ടോ. യുഎയിലൊക്കെ നിറച്ച് ഡെസേർട്ട് അങ്ങനെയൊക്കെയല്ലേ. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം. ഡെസേർട്ട് സൈക്ലോൺ ഇന്ത്യയും UAEയും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാലയാണ് കുഫോസ്. 2024 ഇന്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിന് വേദിയാകുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കുഫോസ് ആണ് കേട്ടോ. കുഫോസ് ആണ്. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് KSRTC ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? ബൈക്ക് എക്സ്പ്രസ് ആണ്. ഓക്കെ. ഇരുചക്ര വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് അല്ലെ, ഇരുചക്രം അല്ലെ, ബൈക്ക് എക്സ്പ്രസ്. ഇനി വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ശീതൾ ദേവിക്കാണ്. വേൾഡ് പാരാ അത്ലറ്റിനുള്ള 2023 വേൾഡ് ആർച്ചറി അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? ശീതൾ ദേവി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ആർച്ചറി കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോണേ. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ ആണ് കേട്ടോ. മാഗ്നസ് കാൾസൺ ആണ്. 5ാമത്തെ പ്രാവശ്യമാണ് കിട്ടുന്നത്. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചാമ്പ്യൻ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ. 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണ്? അനസ്താനിയ ബോഡ്നരൂക്ക് ആണ്. അപ്പൊ നമുക്ക് ചെസ് എന്ന് പറയുമ്പോൾ ബോർഡുമായിട്ട് കണക്ട് ചെയ്യല്ലോ. ചെസ് ഒക്കെ ഒരു ബോർഡിലല്ലേ നമ്മൾ കളിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. റഷ്യക്കാരിയാണ് കേട്ടോ. അപ്പൊ 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അനസ്താസിയ ബോഡ്നരൂക്ക് ആണ്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം ആണ്. നമുക്ക് വേണമെങ്കിൽ സ്ലിം ആയിട്ടുള്ള ഒരു പാൻ ഓർക്കാം. നമ്മൾ ചായയും ഒക്കെ വെക്കുന്ന ഒരു പാൻ ഉണ്ടല്ലോ, അങ്ങനെ പാനുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. പാൻ സ്ലിം ആയിട്ടുള്ള ഒരു പാൻ ആയിട്ട് കണക്ട് ചെയ്യാം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. എല്ലാവരുടെ ഒരു ലക്കാണല്ലേ. AI നമ്മുടെ ആർട്ടിഫിഷ്യൽ നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഒരു ലക്കാണെന്ന് ഓർത്തു വെക്കാം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ. ഇരുചക്ര വാഹനങ്ങൾ ഓർമ്മ കിട്ടുന്നുണ്ട്, നമ്മുടെ ബൈക്ക് എക്സ്പ്രസ് അല്ലെ. പിന്നെ ശീതൾ ദേവി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആർച്ചറി. 2023 പുരുഷ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് മാഗ്നസ് കാൾസൺ. പിന്നെ 2023 വനിതാ ഫിഡെ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് അനസ്താസിയ ബോഡ്നരൂക്ക്. ജപ്പാന്റെ ആദ്യത്തെ ചന്ദ്രോപരിതല ദൗത്യം സ്ലിം. ഇന്ത്യയിലെ ആദ്യ AI നഗരം നിലവിൽ വരുന്നത് ലക്നൗ ആണ്. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട്
കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തിട്ടുള്ളത് ഏത് പോലീസ് സ്റ്റേഷനാണ്? കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ ആണ് കേട്ടോ. കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. ഓക്കെ. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷൻ അല്ലെ. പോലീസ് സ്റ്റേഷനിൽ പോലീസൊക്കെ ഒരു കുറ്റിയും പിടിച്ചൊക്കെ നിൽക്കാന്നൊക്കെ ഓർക്കുക. നമ്മുടെ ലാത്തിയായിട്ടൊക്കെ കുറ്റിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനാണ്. ഇനി അടുത്ത് നോക്കാം. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് 29 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഭാരത് റൈസ് ആണ് കേട്ടോ. അപ്പൊ കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് 29 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരി ഏതാണ്? ഭാരത് റൈസ്. ഓക്കെ. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായുശക്തി 2024 വേദിയാണ് ചോദ്യം. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായുശക്തി 2024 പൊക്രാൻ ആണ്. ഏതാണ്? പൊക്രാൻ ആണ്. അപ്പൊ വായുവിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും പൊക്കിക്കൊണ്ടു പോകാൻ പറ്റും അല്ലെ. അപ്പൊ പൊക്രാൻ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ളത് ആരാ? റഫീഖ് അഹമ്മദ് ആണ്. റഫീഖ് അഹമ്മദ്. ഓക്കെ. കടമ്മനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ റഫീഖ് അഹമ്മദ്. ഓക്കെ. അപ്പൊ കടം എന്ന് കേൾക്കുമ്പോൾ തന്നെ കുറെ ആൾക്കാർ റഫായിട്ടൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറും അല്ലെ. കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ റഫായിട്ടൊക്കെ പെരുമാറുന്ന ഓർക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് അതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 2024 ജാനുവരിയിൽ ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ചെമ്പൈ സോറൻ അല്ലെ. 2023 കേരളത്തിലെ മികച്ച പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തിരഞ്ഞെടുത്തിട്ടുള്ളത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ. കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപനം അനുസരിച്ചിട്ട് 29 രൂപയ്ക്ക് ലഭ്യമാകുന്ന അരി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഭാരത് റൈസ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായു ശക്തി 2024 വേദി പൊക്രാനാണ്. കടമ്മനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കടമ്മനിട്ട പുരസ്കാരത്തിന് 2024 അർഹനായിട്ടുള്ള ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് റഫീഖ് അഹമ്മദ് ആണ്. ഓക്കെ. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് അത് മാനഞ്ചിറ സ്ക്വയർ പാർക്ക് ആണ് കേട്ടോ. ഓക്കെ. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറ സ്ക്വയർ പാർക്ക്. അതൊന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. കോഴിക്കോട് ജില്ലയിലെയാണ്. അടുത്ത പോയിന്റ് 2024 വിന്റർ ഗെയിംസിന്റെ വേദികളാണ് കേട്ടോ. വിന്റർ ഗെയിംസിന്റെ വേദികൾ ഏതൊക്കെയാണ്? ലേയും ഗുൽമാർഗും ആണ്. വിന്റർ ഗെയിംസ്. അപ്പൊ വിന്റർ എന്ന് പറയുമ്പോൾ ഫുൾ ഐസ് അല്ലേ. അപ്പൊ നമുക്ക് കളിക്കാൻ വലിയ മാർഗമൊന്നും ഇല്ല എന്നൊക്കെ ഓർത്തു വെക്കാം അല്ലെ. അപ്പൊ ഗുൽമാർഗും ഉണ്ട് ലേയും ഉണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ 2024 വിന്റർ ഗെയിംസിന്റെ വേദികൾ എവിടെയൊക്കെയാണ്? ലേയും ഗുൽമാർഗും ആണ്. ഓക്കെ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. 45ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന്റെ വേദി എവിടെയാ? ബുഡാപെസ്റ്റ്, ഹംഗറി. ഓക്കെ. ഹംഗറി. അപ്പൊ ജസ്റ്റ് ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്കിയേ. മോനിത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. ഈ ഒരു ക്ലിപ്പിൽ പറയുന്ന പോലെ ചെസ് കളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും നമ്മുടെ വീട്ടുകാരൊക്കെ വാങ്ങിച്ചിരുന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ഹംഗറി ആണെങ്കിലും ചെസ് കളിക്കുന്ന സമയത്ത് വീട്ടുകാർ വാങ്ങിച്ചിരുന്ന ഓർത്ത് വെക്കാം. അങ്ങനെ ഹംഗറി ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബുഡാപെസ്റ്റ്, ഹംഗറി. ഓക്കെ. അടുത്ത പോയിന്റ് നോക്കാം. വനമിത്ര പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഹരിയാനയാണ്. വനമിത്ര പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഹരിയാന. ഓക്കെ. അപ്പൊ വനം എന്നൊക്കെ പറയുമ്പോൾ ഒരു പച്ച കളർ അല്ലെ. അപ്പൊ പച്ച കളറുള്ള ഹരിതയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ഹരിയാന ആയിട്ടൊന്ന് ഓർക്കുക കേട്ടോ. വനമിത്ര പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഹരിയാന. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ട്. അതാണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത്. ഓക്കെ. വാട്ടർ ബെൽ. അപ്പൊ വാട്ടർ ബെല്ലിന്റെ ടൈമിൽ എല്ലാവരും കുട്ടികളൊക്കെ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനമാണ് വാട്ടർ ബെൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡ്. എല്ലാവരും കറക്റ്റ് ആയിട്ട് പഠിക്കുക. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറ. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ. അപ്പൊ 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് കേട്ടോ. ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ. അപ്പൊ ഉത്തരം കാണാൻ വേണ്ടിയിട്ട് ഈ എക്സാമിനൊക്കെ കോപ്പി അടിക്കുന്ന സമയത്ത് ഉത്തരം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ചൊക്കെ പല കോഡുകൾ കാണിക്കും അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. സിവിൽ കോഡാണ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്? തൃശ്ശൂരാണ്. നമ്മൾ പറഞ്ഞു എത്ര രൂപയായിരുന്നു അതിന്? 29 രൂപ അല്ലെ. നമ്മൾ ആദ്യത്തെ പോയിന്റിൽ പറഞ്ഞിരുന്നതാണ് 29 രൂപയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ. ഭാരത് റൈസ്. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥ്യം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, മെക്സിക്കോ, കാനഡ. ഓക്കെ. നമുക്ക് മാക്ക് എന്ന് ഓർക്കാം. നമ്മുടെ ആപ്പിളിന്റെ ഒക്കെ മാക്ക് എന്ന് ഓർക്കാലോ അല്ലെ. അപ്പൊ മെക്സിക്കോ ഉണ്ട്,
പിന്നെ എ എന്ന് പറയുമ്പോൾ നമുക്ക് USA ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ, അമേരിക്ക ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. പിന്നെ സി കാനഡ. ഓക്കെ, അപ്പൊ മാക് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. എം ഫോർ മെക്സിക്കോ, എ ഫോർ അമേരിക്ക, സി ഫോർ കാനഡ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ് നോക്കാം. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം കേരളം. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള സംസ്ഥാനം കേരളം. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തിയാണ് പ്രേമ ധൻരാജ് കേട്ടോ, പ്രേമ ധൻരാജ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തിയാണ് പ്രേമ ധൻരാജ്. നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്യാൻ നല്ല ധനം വരും അല്ലെ, നല്ല പൈസയാവും എന്നൊക്കെ ഓർക്കാം. ഓക്കെ, അപ്പൊ ധൻരാജ് ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാരമാണ്, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അതിന്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലാസ് ഞാൻ ചെയ്യാം കേട്ടോ. പരിചരണത്തിനും പുനരധിവാസത്തിനുമായിട്ട് രൂപീകരിച്ചിട്ടുള്ള സംഘടനയാണ് അഗ്നിരക്ഷ. ഒന്ന് ഓർത്തു വെച്ചേക്ക്, അഗ്നിരക്ഷ. ഓക്കെ, അപ്പൊ 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തി ആരാണ്? അത് പ്രേമ ധൻരാജ്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കെയർ. അല്ലെ, തുടക്കത്തിലേ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ കെയർ ചെയ്യണം അല്ലെ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലേ കണ്ടെത്തി ലഭ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കെയർ എന്ന് പറയുന്നത് കേട്ടോ, കെയർ. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദയുടെ ആണ് കേട്ടോ. ഫോർവേഡ് PR ശാരദയുടെ ആണ്. അപ്പൊ നമുക്ക് ഈ ഫോർവേഡ് എന്ന് കേൾക്കുമ്പോൾ പറയാലോ, ഒന്നല്ലെങ്കിൽ ഹോക്കി അല്ലെങ്കിൽ ഫുട്ബോൾ ആണ് വരുന്നത്. അപ്പൊ ഹോക്കി താരമായിട്ടുള്ള മുൻ ഹോക്കി മലയാളി താരമാണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക, PR ശാരദ കേട്ടോ. അപ്പോ അടുത്തിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഫോർവേഡ് എന്ന ആത്മകഥ ആരുടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് PR ശാരദയുടെ ആണ്, മുൻ ഹോക്കി മലയാളി താരം. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സുകൾ തൊട്ട് നമുക്ക് തുടങ്ങാം. എന്തൊക്കെയായിരുന്നു? വനമിത്ര പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഹരിയാന. ഓർമ്മ കിട്ടുന്നുണ്ടല്ലോ. സംസ്ഥാനത്ത് വേനൽ ചൂട് ശക്തമാക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാൻ സ്കൂളുകളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനം വാട്ടർ ബെല്ലാണ്. ഇന്ത്യയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനഞ്ചിറയാണ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനം ഉത്തരാഖണ്ഡ്. കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരി കേരളത്തിലെ ഏത് ജില്ലയിലാണ് ആദ്യമായിട്ട് കൊടുത്തു തുടങ്ങിയിട്ടുള്ളത്? തൃശ്ശൂര്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ മാക് അല്ലെ, മെക്സിക്കോ, അമേരിക്ക, കാനഡ. പരിസ്ഥിതി ബഡ്ജറ്റ് ആദ്യമായിട്ട് അവതരിപ്പിച്ചുള്ള സംസ്ഥാനം കേരളമാണ്. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധമായിട്ടുള്ള വ്യക്തി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രേമ ധൻരാജ് ആണ്. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിൽ കണ്ടെത്തി ലഭ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിനുമായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി കെയർ ആണ്. ഫോർവേഡ് PR ശാരദയുടെ. ഇനി അടുത്ത് നോക്കാം. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് കെ ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ സ്ത്രീകളെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ എന്നൊക്കെ ഓർക്കുക കേട്ടോ. കുടുംബശ്രീ ആരംഭിച്ചിട്ടുള്ളതാണ്. അപ്പൊ കുടുംബശ്രീയുടെ കെ ഉണ്ട് അല്ലെങ്കിൽ കാ ഉണ്ടെന്നൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് കെ ലിഫ്റ്റ്. ഏതാണ്? കെ ലിഫ്റ്റ് എന്നുള്ളത് ഓർത്തു വെക്കാം. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായിട്ടുള്ള വായു ശക്തി 2024 വേദി പൊക്രാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, വായുവിന് നല്ല ശക്തി ഉണ്ടെങ്കിൽ പൊക്കി കൊണ്ടുപോകാൻ പറ്റും. 23 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനം തമിഴ്നാടാണ്. അതേപോലെ തന്നെ അതിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാടാണ്. ഭാഗ്യചിഹ്നം വീരമംഗൈ കേട്ടോ, ഭാഗ്യചിഹ്നം വീരമംഗൈ. അപ്പൊ ഒന്ന് കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചാൽ 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്തുള്ള തമിഴ്നാട്. ആ തമിഴ്നാട് തന്നെയാണ് വേദിയായിട്ടും വരുന്നത്. ഓക്കെ, ഭാഗ്യചിഹ്നം വീരമംഗൈ. ഇനി അടുത്തത് ഒരു പദ്ധതിയാണ്. ഡിമെൻഷ്യ അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായിട്ട് സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരള പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്നത് കേട്ടോ. ഓർമ്മത്തോണി. നമുക്ക് ഡിമെൻഷ്യ അൽഷിമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ, അത് ഓർമ്മയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ഓർമ്മത്തോണി എന്നുള്ളത് പഠിച്ചു വെക്കാം. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സൈന്യമുള്ള രാജ്യമാണ് അമേരിക്ക. 2ാം സ്ഥാനം റഷ്യ, 3ാം സ്ഥാനം ചൈന. നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം 4ആണ് കേട്ടോ. അപ്പൊ അമേരിക്ക, റഷ്യ, ചൈന, ഇന്ത്യ. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ള മഹാരാഷ്ട്ര. എവിടെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്ന? തമിഴ്നാട് അല്ലെ. അതിന്റെ ഭാഗ്യചിഹ്നം എന്താ? വീരമംഗൈ.
ഓർമ്മ കിട്ടുന്നില്ലേ? പിന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞ പ്രേമ ധൻരാജ് 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള സാമൂഹിക പ്രവർത്തകയും അങ്ങനെയൊക്കെ ചോദിക്കാട്ടോ. ഏത് രംഗത്താണ്? അപ്പൊ സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. അടുത്ത പോയിന്റ് നോക്കാം. UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ് അല്ലെ? അപ്പോ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആണ് 2024 എന്ന് പറയുന്നത്. ക്യാമലിന് 4 കാലുണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ 2024 ആ 4ഉം ക്യാമലുമായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തേ. അപ്പൊ ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലിഡ്സ് ആണ്. ഇനി ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായിട്ട് UN പ്രഖ്യാപിച്ചുള്ളത് 2025 ആണ്. 2025 എന്താണ്? ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം കേട്ടോ. ദ ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേസിയേഴ്സ് പ്രിസർവേഷൻ 2025. 2023 എന്തിന്റെ ആയിരുന്നു? മില്ലറ്റ്സിന്റെ ആയിരുന്നു അല്ലെ? ഇനി 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഡ് നൈറ്റ്സ് ആണ്. മിഡ് നൈറ്റ്സ് എന്ന് പറയുന്നത് ടൈലർ സ്വിഫ്റ്റിന്റെ ആണ് കേട്ടോ. 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഡ് നൈറ്റ് അല്ലെ? അപ്പൊ മികച്ച ആൽബം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ള ആൽബം ആയിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. മിഡ് നൈറ്റിലൊക്കെ ചിലപ്പോൾ നമ്മൾ എണീറ്റ് ആൽബം ഒക്കെ എടുത്ത് കാണും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ടൈലർ സ്വിഫ്റ്റിന്റെ ആണെന്നുള്ള കാര്യം ഓർക്കുക. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിന്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റ് ആണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ കേട്ടോ. 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ടൈലർ സ്വിഫ്റ്റ് ആണ്. അതേപോലെ തന്നെ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം കേട്ടോ. മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ദിസ് മൊമെന്റ് ആണ്. ഏതാണ്? ദിസ് മൊമെന്റ്. ഓക്കെ. പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബ്രാൻഡായിട്ടുള്ള ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെന്റ്. അപ്പോ മ്യൂസിക് ആൽബം എന്ന് പറയുമ്പോൾ ദിസ് മൊമെന്റ്. അല്ലാത്ത ആൽബം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഏതാണത്? മിഡ് നൈറ്റ് ആണ്. മിഡ് നൈറ്റ് നമ്മൾ ആൽബം ഒക്കെ എടുത്ത് കാണും. മ്യൂസിക് ആൽബം എന്ന് പറയുമ്പോഴാണ് ദിസ് മൊമെന്റ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറയാണ്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇനി അറിയാത്ത ടെസ്റ്റ് ബൗളിംഗ് ആണ് അല്ലെ? അപ്പൊ ബൗൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ബോള് ബും എന്നും പറഞ്ഞു വന്നു എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ ജസ്പ്രീത് ബുംറയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തെ ഏറ്റവും ഗതാഗത ഉരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ചോദിക്കുകയാണെങ്കിൽ ബംഗളൂരു ആണ് കേട്ടോ. ഏറ്റവും തിരക്കുള്ള ലോകത്തിലെ ഏറ്റവും ഗതാഗത തിരക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ചോദിക്കുകയാണെങ്കിൽ ബംഗളൂരു ആണ്. ലോകത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് ലണ്ടൻ ആണ്. ലോകത്തിൽ എവിടെയാണ്? ലണ്ടൻ ആണ് അല്ലെ? നമ്മൾ പറയാറില്ലേ ലണ്ടനിലെ മണ്ടന്മാർ എന്ന് പറയാറില്ലേ? അപ്പൊ ലണ്ടനിൽ നിറച്ച് മണ്ടന്മാരാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ഗതാഗതം ഭയങ്കര തിരക്കാണെന്നൊക്കെ ഓർത്തു വെച്ചേക്കാം. ഓക്കെ. ഇനി കോടതിയുടെ ഫീ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി അധ്യക്ഷനാണ് VK മോഹനൻ കമ്മിറ്റി. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം ചികിത്സാ വിടവ് ഇല്ലാതാക്കുക. ക്ലോസ് ദി കെയർ ഗ്യാപ്പ് കേട്ടോ. ഓക്കെ. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം എന്താണ്? ചികിത്സാ വിടവ് ഇല്ലാതാക്കുക, ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. നമ്മൾ ഇന്നലെ പ്രമേയത്തിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് കാണാം. 2022 പ്രമേയത്തിന്റെ തുടർച്ചയാണ് 2024 വരെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ 2022 to 2024 വരെയുള്ള സെയിം പ്രമേയം തന്നെയാണ്, സെയിം തീം തന്നെയാണ്, ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചുള്ള 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. ഓക്കെ. തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയിട്ടുള്ള ആരാണ്? നിർമ്മല സീതാരാമൻ. ഓക്കെ. ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് കേട്ടോ. ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ UN ഏത് വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം അല്ലെ? ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷം ഏതാ? 2025. പിന്നെ 66ാമത്തെ ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബം മിഡ് നൈറ്റ്സ്. പിന്നെ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ചോദിക്കുകയാണെങ്കിൽ ദിസ് മൊമെന്റ്. പിന്നെ വിന്റർ ഗെയിംസിന്റെ വേദികൾ ലഡാക്കും ഗുൽമാർഗും നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ ഭാഗ്യചിഹ്നം ഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിമപുലിയാണ്. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് താരം എങ്ങനെ ബോൾ ചെയ്യുന്ന? ബും പറഞ്ഞിട്ട് ബോൾ ചെയ്യാം. അപ്പൊ ജസ്പ്രീത് ബുംറ. ലോകത്തെ ഏറ്റവും ഗതാഗത തിരക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ബംഗളൂരു ആണ്. ലോകത്തിലെ ഏറ്റവും ഗതാഗത തിരക്കുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ ലണ്ടൻ ആണ്. കോടതികളിൽ ഫീ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ
സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള കമ്മിറ്റി അധ്യക്ഷൻ വി കെ മോഹനൻ കമ്മിറ്റി. 2024 ലോക ക്യാൻസർ ദിന പ്രമേയം ക്ലോസ് ദി കെയർ ഗ്യാപ്പ്. ഇനി തുടർച്ചയായിട്ട് 6 കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് നിർമ്മല സീതാരാമൻ. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള നാണയം 75 രൂപ നാണയമാണ് കേട്ടോ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള നാണയം 75 രൂപ നാണയം. ഓക്കെ, ഇനി പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാ? ഇ പി നാരായണൻ പെരുവണ്ണാൻ. ഓക്കെ, പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? ഇ പി നാരായണൻ പെരുവണ്ണാൻ. ഇ പി നാരായണൻ പെരുവണ്ണാൻ. ഇനി ബഹിരാകാശ യാത്രികർക്കായുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര. ഓക്കെ, ബഹിരാകാശത്തൊക്കെ പോവാന്ന് പറഞ്ഞാൽ മഹാകാര്യമാണ് അല്ലെ. മഹാരാഷ്ട്ര എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. നവി മുംബൈയിലാണ്. ഇനി സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം കേരളമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് വേണം കേട്ടോ. ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് തുളസീവനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാ? കോന്നി ഇക്കോ ടൂറിസം കേട്ടോ. തുളസിയും കൊന്നപ്പൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം അല്ലെ. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് തുളസീവനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് US ആണ്. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് US ആണ്. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ എന്ന് തന്നെയാണ് കേട്ടോ. മുൻ മന്ത്രി KM മാണിയുടെ ആത്മകഥ ഏതാണ്? ആത്മകഥ. അപ്പൊ ഒന്നുകൂടെ പോയിന്റ്സ് നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയിട്ടുള്ള നാണയം 75 രൂപ നാണയം. പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ പെരുവണ്ണാൻ. ബഹിരാകാശ യാത്രികർക്കായിട്ടുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് വരുന്നത് അല്ലെ. അപ്പൊ മഹാകാര്യാണ് ബഹിരാകാശത്തൊക്കെ പോവാന്നുള്ളത് ഓർത്തു വെക്കാം. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചുള്ള സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യമായിട്ട് തുളസീവനം ആരംഭിച്ചിട്ടുള്ള ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം. ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് US ആണ്. പിന്നെ KM മാണിയുടെ ആത്മകഥയാണ് ആത്മകഥ. അടുത്തത് എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്നുള്ളത് നോക്കാം. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കുക കേട്ടോ. അപ്പൊ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറഞ്ഞാല് ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായിട്ട് സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് അല്ലെ. ഹണ്ട് ചെയ്ത് കണ്ടുപിടിക്കുക, ലഹരി മരുന്നൊക്കെ കണ്ടുപിടിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാം. ഇനി VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാ? പാലക്കാട് ജില്ലയിലാണ്. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല പാലക്കാട് ജില്ല. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസം ഡെവിൾ സ്ട്രൈക്ക്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം ചോദിക്കുകയാണെങ്കിൽ അത് ഡെവിൾ സ്ട്രൈക്ക് കേട്ടോ. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം ഏതാണ്? ഡെവിൾ സ്ട്രൈക്ക്. തുടർച്ചയായിട്ട് 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജയ്ഷ അല്ലെ. തുടർച്ചയായിട്ട് 3-ാം തവണയും അയാൾ തന്നെ ജയിച്ചു എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ ആണ്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ. അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ക്രിക്കറ്റിൽ നമ്മൾ ജയിക്കണം അല്ലെ. അപ്പൊ ജയ്ഷ തുടർച്ചയായിട്ട് 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ജയ്ഷ. ഇനി ISRO വിക്ഷേപിച്ചിട്ടുള്ള ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം 3 ആണ് കേട്ടോ. പോയം 3 എന്ന് പറയുന്നത് PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ ആണ്. PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ, ഇതാണ് പോയം എന്ന് പറയുന്നത്. അപ്പൊ ISRO വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയം. എന്താ പോയം എന്ന് പറയുന്നത്? PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ. ഓക്കെ, ഇനി അടുത്തത് ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? ന്യൂറോ ലിങ്ക് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ തലച്ചോറിലെ ന്യൂറോ ആയിട്ട് ലിങ്ക് കൊടുത്തേക്കാണ്. ന്യൂറോ ലിങ്ക് ആണ് കേട്ടോ. ന്യൂറാ ലിങ്ക് ആണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് മനുഷ്യന്റെ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ച എലോൺ മസ്കിന്റെ കമ്പനി ചോദിക്കുകയാണെങ്കിൽ ന്യൂറാ ലിങ്ക് കേട്ടോ. ന്യൂറാ ലിങ്ക്. അടുത്ത പോയിന്റ് നോക്കാം. ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മോണാലിസ എന്ന ചിത്രം സൂക്ഷിച്ചിരിക്കുന്ന മ്യൂസിയം എവിടെയാണ്?
അത് ലൂവർ മ്യൂസിയം ആണ് അല്ലെ, ലൂവർ മ്യൂസിയം. അപ്പൊ മോണലിസ ചിത്രത്തിന് ഒരുപാട് ലവേഴ്സ് ഉണ്ടെന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, ലവേഴ്സ് അല്ലെങ്കിൽ ലവർ, ലൂവർ എന്നൊക്കെ ഓർക്കുക കേട്ടോ. ലൂവർ മ്യൂസിയം ആണ്, ഫ്രാൻസിലുള്ളതാണ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. എന്തായിരുന്നു ഡെവിൾ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായിട്ട് നടത്തുന്ന സൈനിക അഭ്യാസം. പിന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ, ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാനായിട്ട് പോലീസ് നടത്തിയിട്ടുള്ള പരിശോധനയാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന് പറയുന്നത്. തുടർച്ചയായിട്ട് 3-ാം തവണയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിലെ ചെയർമാൻ ആയിട്ടുള്ളത് ആരാ, ജയ്ഷയാണ് അല്ലെ. പിന്നെ എന്തൊക്കെയാ പറഞ്ഞ, ന്യൂറാലിങ്കിനെ കുറിച്ച് പറഞ്ഞു. ആദ്യമായിട്ട് മനുഷ്യ തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിച്ചുള്ള എലോൺ മസ്കിന്റെ കമ്പനിയാണ് ന്യൂറാലിങ്ക് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഓക്കെ, അപ്പൊ കയറ്റി വിടുന്നത് മിക്കവാറും രാത്രിയാണെന്നൊക്കെ ഓർക്കുക കേട്ടോ. ഗുജറാത്താണ് ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നിതീഷ് കുമാർ. 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ആരാണ്, നിതീഷ് കുമാർ ആണ് കേട്ടോ, നിതീഷ് കുമാർ ആണ്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്, 76-ാമത്തെ. ഓക്കെ, മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ 76ആണ്. അപ്പൊ 1948 ജാനുവരി 30-നാണ് ഗാന്ധിജി കൊല്ലപ്പെട്ടത് കേട്ടോ. ജാനുവരി 30-നാണ്, നമുക്കറിയാം മാർട്ടിയേഴ്സ് ഡേ അല്ലെ, 1948. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. നമ്മൾ ഇന്നലെ ഛത്തീസ്ഗഡിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് പറഞ്ഞിരുന്നല്ലോ അല്ലെ, വനിതകൾക്ക് 1000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി തുടങ്ങിയിട്ടുള്ളത് ഛത്തീസ്ഗഡിലാണ് അല്ലെ, എന്താ കല്യാണം കഴിച്ചിട്ടുള്ള സ്ത്രീകൾക്ക്. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. അപ്പൊ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഛത്തീസ്ഗഡ്. അപ്പൊ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഇനി കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ്, തൃശ്ശൂരാണ്. 2024 ജാനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് ആണ്. 2024 ജാനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ രാജ്യം ഫ്രാൻസ് കേട്ടോ. അതൊക്കെ ഒന്ന് ജസ്റ്റ് കേട്ടുപോവാ. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് രോഹൻ ബോപ്പണ്ണയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിരുന്നതാണ് അല്ലെ, ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള പുരുഷ താരമാണ് രോഹൻ ബോപ്പണ്ണ. ഓക്കെ, ഇനി 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശ് ആണ്. 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് എവിടെയാണ്, അരുണാചൽ പ്രദേശ്. എവിടെയാണ്, അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ പോയിന്റ്സ് ഒന്നും കൂടെ നമുക്ക് നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ, ഇന്ത്യയുടെ കയറ്റുമതിയിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തം വഹിക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് അല്ലെ. പിന്നെ 9-ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തി നിതീഷ് കുമാർ ആണ്. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2024 ജാനുവരിയിൽ ആചരിച്ചിട്ടുള്ളത്, 76-ാമത്തെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള ഛത്തീസ്ഗഡ് ആണ്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവ വേദി തൃശ്ശൂരാണ്. 2024 ജാനുവരിയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക സമരം നടത്തുന്ന യൂറോപ്യൻ ഫ്രാൻസ് ആണ്. ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള പുരുഷ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുള്ളത് രോഹൻ ബോപ്പണ്ണ. 2024 വർഷത്തെ ഇന്റർനാഷണൽ കയാക്കിംഗ് ടൂർണമെന്റിന് വേദിയാകുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഈ പോയിന്റ്സുകളൊക്കെ നോക്കുക. നമ്മുടെ പോയം ഒന്നും മറക്കണ്ട കേട്ടോ. പോയം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡ്യൂൾ കേട്ടോ. 2023 സാഹിത്യത്തിനുള്ള 33-ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ്. ഓക്കെ, സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, പ്രഭാ വർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. സാഹിത്യത്തിനുള്ള 33-ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് കിട്ടിയിട്ടുള്ളത് പ്രഭാ വർമ്മ. കൃതി ഏതാണ്, രൗദ്രം സാത്വികം എന്ന കാവ്യ സമാഹാരത്തിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. രൗദ്രം സാത്വികം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം. സരസ്വതി എന്ന് പറയുമ്പോണ്ടല്ലോ, നമുക്ക് സരസ്വതി ദൈവമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഒരു പ്രഭയുണ്ട്, ഒരു ചെറിയൊരു ഓറയുണ്ട്, ഒരു പ്രഭയുണ്ട്, ഒരു പ്രകാശം പോലെയൊക്കെ ഉണ്ടെന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ പ്രഭാ വർമ്മയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. 2023 സാഹിത്യത്തിനുള്ള 33-ാമത്തെ സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്, പ്രഭാ വർമ്മ. ഇനി 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പോൾ സക്രിയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം അല്ലെ, 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പോൾ സക്രിയ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം. അതായത് ഈ മാതൃഭൂമി ന്യൂസ് പേപ്പർ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഈ കറിയൊക്കെ പൊതിഞ്ഞു കൊടുത്തു എന്ന് ഓർക്കാം കേട്ടോ. കറിയൊക്കെ പൊതിഞ്ഞു കൊടുത്തു എന്ന് ഓർക്കാം. അപ്പൊ പോൾ സക്രിയ. ഓക്കെ,
ഇനി 2024 സന്തോഷ് ട്രോഫി വിജയികള് സർവീസസ് ആണ്. സർവീസസ് അത് ഇമ്പോർട്ടന്റ് ആണ്. 2024 സന്തോഷ് ട്രോഫി വിജയികൾ ആരാണ്? സർവീസസ്. ഫൈനലില് ഗോവയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. സർവീസസിന്റെ ഏഴാം സന്തോഷ് ട്രോഫി കിരീടമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ അരുണാചൽ പ്രദേശിലെ UPA ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ 2024 സന്തോഷ് ട്രോഫി വിജയികൾ ആരാണ്? സർവീസസ് ആണ്. ജസ്റ്റ് ഓർക്കാം, നമുക്കിപ്പോ ഏതെങ്കിലും ഗെയിം കളിക്കുമ്പോൾ നമുക്കൊരു സർവീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമായിരിക്കില്ലേ? അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. 2024 സന്തോഷ് ട്രോഫി വിജയികള് സർവീസസ് ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന? ഗോവയാണ്. ഏഴാമത്തെ തവണയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 7th ടൈം ആണ്. ഓക്കെ, അപ്പൊ പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കിയേ. സരസ്വതി സമ്മാൻ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് പ്രഭാവർമ്മ അല്ലെ. മാതൃഭൂമി സാഹിത്യത്തിനുള്ള പുരസ്കാരം അർഹനായിട്ടുള്ളത് പോൾ സക്രിയ. 2024 സന്തോഷ് ട്രോഫി വിജയികള് സർവീസസ്. ഇനി 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ജസ്റ്റ് ഓർക്കാം, ജ്ഞാനപ്പാന എന്ന് പറയുമ്പോൾ നമുക്ക് പനയൊന്ന് ഓർക്കാം, നമ്മുടെ പനമരമൊക്കെ ഒന്ന് ഓർക്കാം കേട്ടോ. ഈ പനയിൽ കാക്കിരിക്കുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ 2024 ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അപ്പൊ നമ്മുടെ അവാർഡ്സിന് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. അതെല്ലാവരും കാണാം, തീർച്ചയായിട്ടും ചോദിക്കും. അടുത്ത പോയിന്റ്, 2024 ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 2024 ലോക സന്തോഷ സൂചികയിൽ അല്ലെ, സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. ജസ്റ്റ് ഓർക്കാം, സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഐ ആം ഫൈൻ എന്ന് പറയും അല്ലെ. ഐ ആം ഫൈൻ, ഐ ആം ഹാപ്പി. അപ്പൊ ഫൈൻ അല്ലെങ്കിൽ ഫിൻ ആയിട്ട് ഓർക്കാം, ഫിൻലാൻഡ് ആണ് കേട്ടോ. തുടർച്ചയായിട്ട് 7ാം തവണയാണ് ഫിൻലാൻഡിന് 1ാം സ്ഥാനം കിട്ടുന്നത്. അതേപോലെ തന്നെ സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 126 ആണ്. ഒന്ന് പഠിച്ചു വെച്ചേക്കാം, 126 ആണ്. 2024 കേട്ടോ. 2024 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126 ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തുറവൂരാണ്. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് തുറവൂർ. അപ്പൊ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് ആണ്. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തുറക്കും അല്ലെ, യന്ത്രവൽകൃത അല്ലെ. അപ്പൊ തുറവൂർ എന്നുള്ളത് ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിച്ച പോയിന്റ്സുകൾ പറഞ്ഞേ? ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപാന പുരസ്കാര ജേതാവ് കിട്ടിയിട്ടുള്ളത് കാക്കശ്ശേരി അല്ലെ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി. ലോക സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 7ാം തവണയാണ് അങ്ങനെ ഫിൻലാൻഡിന് കിട്ടുന്നത്. ഇന്ത്യയുടെ സ്ഥാനം 126 ആണ്. കേരളത്തിലെ ആദ്യ യന്ത്രവൽകൃത റെയിൽവേ ഗേറ്റ് പ്രവർത്തനം ആരംഭിച്ചുള്ളത് തുറവൂര്. ഇനി ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കൽപ്. ഓക്കെ, അപ്പോ എന്താണ് ഓപ്പറേഷൻ സങ്കൽപ് എന്ന് പറയുന്നത്? ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇന്ത്യൻ നാവികസേന ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കൽപ് അല്ലെ. കപ്പലുകളിലൊക്കെ കയറാന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സങ്കല്പമാണെന്നൊക്കെ ജസ്റ്റ് ഓർക്കാം കേട്ടോ. അപ്പൊ സങ്കൽപ്, ഓപ്പറേഷൻ സങ്കൽപ്. അടുത്ത പോയിന്റ് നോക്കാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 346 റുപ്പീസ് ആണ് കേട്ടോ. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ്? 346 റുപ്പീസ് ആണ്. ഇനി 2024 ആബേൽ പുരസ്കാരം നേടിയിട്ടുള്ള ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ മിഷേൽ ടെലഗ്രാൻഡ് ആണ്. ആബേൽ മിഷേൽ ഓർക്കാലോ. 2024 ആബേൽ പുരസ്കാരം മിഷേൽ അല്ലെ. 2024 ആബേൽ പുരസ്കാരം നേടിയിട്ടുള്ള ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ ആരാണ്? മിഷേൽ ടെലഗ്രാൻഡ്. ഇനി മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ പവൻ ധവലൂരി. ഓക്കെ, മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ പവനാണ് കേട്ടോ. പവൻ ധവലൂരി പഠിച്ചു വെച്ചേക്കണേ. മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ ആരാണ്? പവൻ ധവലൂരി. അപ്പൊ ഓപ്പറേഷൻ സങ്കൽപ് നമ്മുടെ കപ്പലുകളുടെ സുരക്ഷിതത്വം കേട്ടോ. പിന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പുതുക്കിയ വേതനം 346 റുപ്പീസ്. ആബേൽ മിഷേൽ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വിൻഡോസിന്റെ മേധാവിയായിട്ട് നിയമിതനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ പവൻ ധവലൂരി. അടുത്ത് നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പോയിന്റ് തന്നെയായിരിക്കും. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയിട്ടുള്ള സ്ഥലത്തിന് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ അംഗീകരിച്ചിട്ടുള്ള പേരാണ് ശിവശക്തി പോയിന്റ്. ചന്ദ്രയാൻ 3 ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ് കാണാം കേട്ടോ. ഇനി 2023, 2024 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കള് ഒഡീഷ FC ആണ്. അറിഞ്ഞു വെച്ചേക്കാം. 2023, 2024 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കള് ഒഡീഷ FC ആണ് കേട്ടോ. ഇനി
MT ഏകാഗിയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ KP സുധീരയാണ്. MT ഏകാഗിയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഡോക്ടർ KP സുധീര. ഓക്കെ, വിസ്മയം ഒരു മാജിക് ഒക്കെ കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ധീരനായിട്ടുള്ള ആളൊക്കെ ആയിരിക്കും കാണിക്കുക അല്ലെ. അപ്പൊ ഡോക്ടർ KP സുധീര നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും അറിഞ്ഞു വെച്ചേക്കുക. MT ഏകാഗിയുടെ വിസ്മയം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് KP സുധീര. KP സുധീര. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. 150 അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആദ്യ ഇന്ത്യൻ താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രിയാണ് കേട്ടോ. അപ്പൊ ശിവശക്തി പോയിന്റ്, അതേപോലെ തന്നെ 2023-24 ഇന്ത്യൻ വനിതാ ലീഗ് ഫുട്ബോൾ കിരീട ജേതാക്കള് ഒഡീഷ FC ആണ്. പിന്നെ MT ഏകാഗിയുടെ വിസ്മയം ആരുടെയാണ് അത് എഴുതിയിട്ടുള്ളത്? ഡോക്ടർ KP സുധീരയാണ് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം. അപ്പൊ എന്താ മലയാള മധുരം എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി? പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ചിട്ടുള്ള വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പാക്കുന്ന പദ്ധതിയാണ് മലയാള മധുരം. മലയാള മധുരം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറങ്ങിയിട്ടുള്ള ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. അപ്പൊ ബ്ലസ്സിയാണ് കേട്ടോ. ആടുജീവിതത്തിന്റെ സംവിധായകൻ ആരാണ്? ബ്ലസ്സിയാണ്. അടുത്ത പോയിന്റ്, ഭൂട്ടാന്റെ പരമോന്നത ബഹുമതിയായിട്ടുള്ള ഓർഡർ ഓഫ് ദി ഡ്രങ്ക് ഗ്യാൽപോയ്ക്ക് അർഹനായിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് കേട്ടോ. നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ദി ഡ്രങ്ക് ഗ്യാൽപോയ്ക്ക് അർഹനായിട്ടുള്ളത് ആരാണ്? നരേന്ദ്രമോദി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കണ്ണൂര്. ഓക്കെ, അർഹരായിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. ഓക്കെ, അപ്പൊ മലയാള മധുരം ഓർമ്മയുണ്ടല്ലോ. അതേപോലെ തന്നെ ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോയ്ക്ക് അർഹനായിട്ടുള്ളത് നരേന്ദ്രമോദി. അർഹരായ മുഴുവൻ വിദ്യാർത്ഥികളെയും വോട്ടർമാരാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ചോദിക്കുകയാണെങ്കിൽ അത് കണ്ണൂർ ജില്ലയാണ്. അടുത്ത പോയിന്റ് നോക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക ഏന്തുന്നത് ആരാണ്? അജന്ത ശരത് കമൽ അല്ലെ. അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസ് താരമായിട്ടുള്ള അജന്ത ശരത് കമൽ കേട്ടോ. ജസ്റ്റ് ഓർക്കാം, ഈ ഇന്ത്യൻ പതാക ഏന്തുന്നതിനേക്കാൾ മുമ്പ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടാവും എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ചിന്ത അജന്ത ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാക എന്തെന്ന് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസ് താരമാണ്. അതേപോലെ തന്നെ 2020 എവിടെയായിരുന്നു ഒളിമ്പിക്സ്? ടോക്കിയോ ഒളിമ്പിക്സ് അല്ലെ. 2028 എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ് നടക്കാൻ പോകുന്നത്. 2032 നടക്കാൻ പോകുന്നത് ബ്രിസ്ബെയിനും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഭിന്നശേഷിക്കാർക്ക് തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം എന്ന് പറയുന്നത്. വേണമെങ്കിൽ ചോദിക്കാം, ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സാക്ഷം. സാക്ഷം. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥാപനമാണ് കേരള കലാമണ്ഡലം. 2024 അധ്യയന വർഷം മുതൽ എല്ലാ കലാവിഷയങ്ങളിലും ലിംഗഭേദമില്ലാതെ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സ്ഥാപനം ചോദിക്കുകയാണെങ്കിൽ അത് കേരള കലാമണ്ഡലമാണ് കേട്ടോ. ഇനി ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾക്ക് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4Care. ഓക്കെ, അപ്പൊ K4Care എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി അറിഞ്ഞു വെച്ചേക്കുക. അത് കുടുംബശ്രീയുടെ പദ്ധതിയാണ്. ജീവിതത്തിൽ മറ്റൊരാളുടെ സഹായം ആവശ്യമായിട്ട് വരുന്ന കുടുംബങ്ങൾക്ക് പ്രൊഫഷണൽ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് K4Care അല്ലെ. മറ്റൊരാളുടെ സഹായം വേണ്ടതല്ല. അപ്പൊ K4Care ചെയ്യുക അല്ലെ. K4Care. അപ്പോ സാക്ഷരക്ക് ഓർമ്മയുണ്ടല്ലോ. എന്താ? ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ചുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് സാക്ഷം എന്ന് പറയുന്നത് അല്ലെ. അടുത്ത പോയിന്റ്, 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്തെ വാർഷികമാണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. 2024 മാർച്ചിൽ ചിപ്കോ പ്രസ്ഥാനത്തിന്റെ എത്രാമത്തെ വാർഷികമാണ് ആചരിക്കുന്നത്? 50ാമത്തെയാണ് കേട്ടോ. ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ഓക്കെ, ബാലചൂഷണം തടയാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ശരണബാല്യം. ശരണബാല്യം. ഷോണിമ, സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ്? തണ്ണിമത്തന്റെ ആണ് കേട്ടോ. ഷോണിമ, സ്വർണ. ഓക്കെ, ഈ സ്വർണ്ണ ഒക്കെ കാണുമ്പോൾ ചിലർക്ക് മത്ത് പിടിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം. സ്വർണ്ണ, മത്തൻ, മത്ത് പിടിപ്പിക്കാന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ ഷോണിമ, സ്വർണ എന്നിവ ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് ചോദിക്കുകയാണെങ്കിൽ അത് തണ്ണിമത്തനാണ്. 2024 മാർച്ചിൽ ദേശീയ അന്വേഷണ ഏജൻസി ആയിട്ടുള്ള നിയയുടെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് നിയ എന്ന് പറയുന്നത്. അപ്പൊ നിയയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായിട്ടുള്ളത് സദാനന്ദ് വസന്ത് ദാത്തയാണ്. സദാനന്ദ് വസന്ത് ദാത്തെ. ഓക്കെ,
ഇപ്പൊ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ ഡയറക്ടർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ സദാനന്ദ് വസന്ത് ദാത്തെ. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആണല്ലേ, സദാസമയം ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടൊക്കെ നടക്കേണ്ടി വരുന്ന ഓർക്കാം കേട്ടോ. അപ്പൊ സദാനന്ദ് വസന്ത് ദാത്തെ, ആ നിയുടെ ഫുൾ ഫോമും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. വിവാഹിതരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹാദാരി വന്ദന യോജന പദ്ധതി ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ് കേട്ടോ. അപ്പൊ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹാദാരി വന്ദന യോജന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ് ആണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമുക്ക് എന്താ ഈ സ്ത്രീകൾ ചത്തുപോകാതിരിക്കാൻ വേണ്ടി ഒരു 1000 രൂപ കൊടുക്കണമായിട്ട് വെറുതെ ഒന്ന് സങ്കല്പിക്കുക കേട്ടോ. അതായത് ഇപ്പൊ ഭർത്താവ് ഒന്നും വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് ജീവിക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓർക്കാം, ചത്തുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ധനസഹായം എന്നുള്ള രീതിയിൽ ഓർക്കാം. വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന മഹാദാരി വന്ദന യോജന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസറാണ് കൈരളി. അപ്പൊ കേരളത്തിന്റെ ആണല്ലോ, അപ്പൊ കൈരളി ആയിട്ട് ഓർക്കാലോ. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ അല്ലെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസർ ആണ് കൈരളി. രാജ്യത്തെ ആദ്യ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂർ ആണ്. സാമ്പൽപൂർ. അപ്പൊ ഒരു സാമ്പിൾ കാണിച്ചു എന്ന് വിചാരിക്കും, നമ്മുടെ ഒരു സ്കില്ലിന്റെ ഒരു സാമ്പിൾ ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. രാജ്യത്തെ ആദ്യ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? സാമ്പൽപൂർ. അത് ഏത് സംസ്ഥാനത്താണെന്നും കൂടെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കാം. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെയാണ്? റാങ്പോ ആണ് കേട്ടോ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ എവിടെ വരാൻ പോകുന്നത്? റാങ്പോ. ഓക്കെ, അപ്പൊ സിക്കൊക്കെ ആവുമ്പോ നമുക്ക് ഇങ്ങനെ എല്ലാവരും അടുത്തോട്ട് വരുന്ന വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ പോ എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന ഓർക്കാം. അപ്പൊ റാങ്പോ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോലാണ്. ദാദാ സാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് 2024 മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രം ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദാദാ സാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് 2024 മികച്ച അന്താരാഷ്ട്ര ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഹൈമർ. ജസ്റ്റ് ഓർത്തു വയ്ക്കാം. അതായത് ഇപ്പം ദാദാ സാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ആണല്ലോ, അപ്പോൾ ഈ ദാദകൾ വളരെ വിശാല മനസ്കതയായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഓപ്പൺ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ആരെങ്കിലും ഒക്കെ പിടിച്ചിരിക്കുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. അപ്പൊ ദാദാ സാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് 2024 മികച്ച അന്താരാഷ്ട്ര ചിത്രം ചോദിക്കുകയാണെങ്കിൽ ഓപ്പൺ ഹൈമർ ആണ്. ഓക്കെ, അപ്പൊ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ചുള്ള സംസ്ഥാനം ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസർ കൈരളി. രാജ്യത്തെ ആദ്യ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂർ. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് റാങ്പോ. ദാദാ സാഹിബ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ്സ് 2024 മികച്ച അന്താരാഷ്ട്ര ചിത്രം ഓപ്പൺ ഹൈമർ. ഇനി ഇന്ത്യയുടെ ജനൌഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം ഏതാണ്? മൗറീഷ്യസ് ആണ്. അപ്പൊ ഇന്ത്യയുടെ ജനൌഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ്. ഈ ഔഷധങ്ങളൊക്കെ മോർ ഒക്കെ വേണം എന്ന് വിചാരിക്കുക. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ മോർ എന്നുള്ള രീതിയിൽ എടുക്കാമല്ലോ, മൗറീഷ്യസ് മോർ. ഓക്കെ, അപ്പൊ ഔഷധങ്ങളൊക്കെ കൂടുതൽ വേണം എന്നൊക്കെ ഓർത്തു വെക്കുക. മോർ വേണം, അപ്പൊ മൗറീഷ്യസ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത് നോക്കാം. കേരള സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTP പ്ലാറ്റ്ഫോം സി സ്പേസ് ആണ്. കേരള സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTP പ്ലാറ്റ്ഫോം ചോദിക്കുകയാണെങ്കിൽ സി സ്പേസ് കേട്ടോ, സി സ്പേസ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളുടെ പിടികൂടുന്നതിനായിട്ട് സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന ഓപ്പറേഷൻ ആണ് ഓവർലോഡ്. അമിതഭാരം അല്ലേ, അപ്പൊ ഓവർലോഡ് അല്ലെ. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായിട്ട് സംസ്ഥാനത്ത് വ്യാപകമായിട്ട് വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ എൻകോർ ആണ്. എൻകോർ കേട്ടോ. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ എൻകോർ എന്നുള്ളത് ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ജനൌഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ വിദേശ രാജ്യം മൗറീഷ്യസ്. കേരള സർക്കാർ ഉടമസ്ഥയിലുള്ള രാജ്യത്തെ ആദ്യത്തെ OTP പ്ലാറ്റ്ഫോം സി സ്പേസ്. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് ഓവർലോഡ് അല്ലെ. തെരഞ്ഞെടുപ്പ് ഏകോപനത്തിനായിട്ട് തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയർ ചോദിക്കുകയാണെങ്കിൽ എൻകോർ ആണ്. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമ ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതുവരെയാണ് കേട്ടോ. ഇതുവരെ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഏതാണ്? ഇതുവരെ. 2024 ലോക വന ദിനത്തിന്റെ പ്രമേയം 2024 ലോക വന ദിനത്തിന്റെ പ്രമേയം എന്താ? വനങ്ങളും നവീകരണവും, മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. അതായത് ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻസ് ഫോർ എ ബെറ്റർ വേൾഡ്. ഓക്കെ, വനങ്ങളും നവീകരണവും,
മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. വനങ്ങളും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരങ്ങൾ. 2024 ലോക കാലാവസ്ഥ ദിനത്തിന്റെ പ്രമേയം എന്താ? കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിര. ഓക്കെ, അറ്റ് ദി ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിര കേട്ടോ, കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ മുൻനിര. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് വാഗമൺ ആണ് കേട്ടോ. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് വാഗമൺ ആണ്. ഓക്കെ, അപ്പൊ കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമ ഇതുവരെ എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയായിട്ടുള്ളത് വാഗമൺ ആണ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണ്. ഓക്കെ, മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ചോദിക്കുകയാണെങ്കിൽ സ്വിറ്റ്സർലാൻഡ് കേട്ടോ, സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, മാനവൻ വികസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യലി നമ്മളൊരു സ്വിഫ്റ്റ് ഓർക്കാം അല്ലെ, സ്വിറ്റ്സർലാൻഡ് എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 134 134 അല്ലെ. മാനവ വികസനം വന്നതുകൊണ്ടാണല്ലോ 1ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 4 എന്നുള്ള രീതിയിൽ കിട്ടുക അല്ലെ. അപ്പൊ നമ്മൾ വികസിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഓർക്കാം അല്ലെ, മെന്റലിയൊക്കെ നമ്മൾ കുറച്ച് വികസിച്ചു എന്നൊക്കെ ഓർക്കാം. അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 134 ആണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നഫിസ് ആണ്. അപ്പൊ നഫിസ് എന്ന് പറഞ്ഞാല് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഓക്കെ, നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ 1032 ആണ് കേട്ടോ, 1032 ആണ്. പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1032. 1032 എല്ലാവരും പഠിച്ചു വെച്ചേക്കണേ, 1032. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ്? ഐക്യരാഷ്ട്രസഭയുടെ 2022 മാനവ വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം മാനവ വികസനം എന്ന് പറയുമ്പോൾ സ്വിഫ്റ്റ് കാർ വാങ്ങിച്ചു അല്ലെ, അപ്പൊ സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 134 അല്ലെ. രാജ്യത്തെ ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം നടത്തി രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നഫിസ് എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ ഫോം എന്താ? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നവർക്കായിട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1032. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ഗുഡ്ഗാവിലാണ് കേട്ടോ. 2024 7ാമത്തെ അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി, സുഗന്ധ വ്യഞ്ജന സമ്മേളനത്തിന്റെ വേദി എവിടെയാണ്? ഗുഡ്ഗാവ്. ഗുഡ് സുഗന്ധം എന്നൊക്കെ ഓർത്തു വെക്കുക അല്ലെ, ഗുഡ്ഗാവിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പുനരുപയോഗം സാധ്യമായ ബഹിരാകാശ വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ പുഷ്പകാണ് കേട്ടോ. പുഷ്പക, നമ്മുടെ പുഷ്പക വിമാനമൊക്കെ ഇല്ലേ നമ്മുടെ രാമായണത്തിലൊക്കെ പറയുന്നത്, അതുമായിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇന്ത്യ തദ്ദേശിപ്പിച്ച പുനരുപയോഗം സാധ്യമായിട്ടുള്ള ബഹിരാകാശ വിക്ഷേപണ വാഹനം ചോദിക്കുകയാണെങ്കിൽ പുഷ്പകാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും അധികൃതനായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ കേട്ടോ, സി വിജിൽ. അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ട ലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും എല്ലാം അധികൃതരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് സി വിജിൽ. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ചിട്ടുള്ള ഹ്രസ്വ ചിത്രമാണ് മാറ്റോലി. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ചിട്ടുള്ള ഹ്രസ്വ ചിത്രം ഏതാണ്? മാറ്റോലി. മാറ്റോലി. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിലെ പരമ്പരാഗത പരേഡിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങൾ ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് അനുമതി ലഭിക്കാത്തത്? റഷ്യക്കും ബെലാറസിനുമാണ് കേട്ടോ. അപ്പൊ ഭയങ്കര റഷ്യൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അനുമതി കൊടുത്തില്ല എന്ന് ഓർക്കാം. അതുപോലെ തന്നെ ബലം പ്രയോഗിക്കും എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ട് അവർക്ക് അനുമതി കൊടുത്തില്ല എന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. റഷ്യയും ബെലാറസും. ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ഓക്കെ, ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യാ പ്രവണതയെ പ്രതിരോധിക്കാൻ IMA നടപ്പിലാക്കുന്ന ടെലി ഹെൽപ്പ് ലൈൻ പദ്ധതിയാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് കേട്ടോ, ഹെൽപ്പിംഗ് ഹാൻഡ്സ്. ചാറ്റ് GPTക്ക് ബദലായി ഇലോൺ മസ്ക് അവതരിപ്പിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം ഗ്രോക്ക് ആണ്. ചാറ്റ് GPTക്ക് ബദലായിട്ട് ഇലോൺ മസ്ക് അവതരിപ്പിച്ചിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രോക്ക് കേട്ടോ, ഗ്രോക്ക്. 2024 മാർച്ചിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റ് ആണ്
അഗ്നിബാൺ അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അപ്പോ റഷ്യ ബെലാറസിന്റെ കാര്യം എന്തായിരുന്നു? പാരീസ് ഒളിമ്പിക്സിൽ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ലഭിക്കാത്ത രാജ്യങ്ങളാണ് റഷ്യയും ബെലാറസും എന്നുള്ള കാര്യമൊക്കെ ഓർത്തു വെക്കാം. ഇനി 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ഗുൽമാർഗിലാണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദിയാണ് അല്ലെ. വിന്റർ എന്നൊക്കെ പറയുമ്പോൾ ഫുൾ തണുപ്പാണ്, അപ്പൊ അവിടെ ഫുൾ ഐസായിട്ട് കളിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല എന്നൊക്കെ വെറുതെ ഓർത്തു വെക്കുക കേട്ടോ. ഗുൽമാർഗാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദി ചോദിക്കുകയാണെങ്കിൽ ഗുൽമാർഗ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാ? ഡൽഹിയിലാണ്. 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള മിസൈലാണ് അഗ്നി 5. ഓക്കെ, 2024 ഏഷ്യൻ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഡൽഹി. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള മിസൈൽ ഏതാണ്? അഗ്നി 5. ഇനി പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്രയാണ് കേട്ടോ. മിഷൻ ദിവ്യാസ്ത്ര. മിഷൻ ദിവ്യാസ്ത്രയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള മലയാളി വനിത ഷീന റാണി. ആരാണ്? ഷീന റാണി. അപ്പൊ അഗ്നി 5 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുള്ള മിസൈൽ ചോദിക്കുകയാണെങ്കിൽ അഗ്നി 5 ആണ്. ആ ഒരു പരീക്ഷണത്തിന് നൽകിയിരിക്കുന്ന പേര് മിഷൻ ദിവ്യാസ്ത്ര എന്നുള്ളതാണ്. അതിന് നേതൃത്വം നൽകിയിട്ടുള്ള മലയാളി വനിത ചോദിക്കുകയാണെങ്കിൽ ഷീന റാണി. ഓക്കെ, ഷീന റാണി. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. പൗരത്വ നിയമത്തിലെ വിവാദമായിട്ടുള്ള വ്യവസായങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കിയുള്ള ആദ്യ നിയമസഭ കേരളമാണ് കേട്ടോ. പൗരത്വ നിയമത്തിലെ വിവാദമായിട്ടുള്ള വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ള ആദ്യ നിയമസഭ നമ്മുടെ കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ് വേ. ഓക്കെ, ജസ്റ്റ് ഓർക്കാം. നമുക്ക് 8 വരി എന്നൊക്കെ പറയുമ്പോൾ വേണമെങ്കിൽ 8 കാലിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ 8 കാലി ഒരു ദ്വാരത്തിൽ ഒളിച്ചു എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ദ്വാരക എക്സ്പ്രസ് വേ ആണ്. ഡൽഹി വിമാനത്താവളത്തെയും ഗുരുഗ്രാം ബൈപ്പാസിനെയും ബന്ധിപ്പിക്കുന്നു കേട്ടോ. ആ ഒരു പോയിന്റ് എക്സ്ട്രാ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഇന്ത്യയിലെ ആദ്യ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരക എക്സ്പ്രസ്. ദ്വാരക എക്സ്പ്രസ്. തെറ്റിക്കില്ലല്ലോ. പാകിസ്ഥാന്റെ എത്രാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് ആസിഫ് അലി സർദാരി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? 14ാമത്തെ. ഓക്കെ, അപ്പൊ പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആസിഫ് അലി സർദാരി. പഠിച്ചു വെച്ചേക്ക. ആസിഫ് അലി സർദാരി എത്രാമത്തെയാ? 14ാമത്തെ. ഓക്കെ, 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താ? പുകയില വ്യവസായ ഇടപെടൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. 2024 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം എന്താണ്? പുകയില വ്യവസായ ഇടപെടൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഓക്കെ, യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായിട്ട് തിരഞ്ഞെടുത്ത നഗരം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ സ്ട്രാസ്ബർഗ് ആണ്, ഫ്രാൻസിലെ കേട്ടോ. അപ്പൊ യുനെസ്കോ 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തിട്ടുള്ള നഗരം ചോദിക്കുകയാണെങ്കിൽ സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. അപ്പൊ പുസ്തകം നമ്മൾ കുറെ പുസ്തകമൊക്കെ വായിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സ്ട്രെസ് ഒക്കെ വരും അല്ലെ. സ്ട്രെസ് വരും പുസ്തകം വായിക്കുമ്പോൾ എന്നൊക്കെ ഓർത്തു വെക്കാലോ. അപ്പൊ സ്ട്രെസ് അല്ല സ്ട്രാസ് കേട്ടോ. സ്ട്രാസ്ബർഗ്, ഫ്രാൻസ്. പിന്നെ പുസ്തകത്തിനൊക്കെ കുറെ ഫാൻസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. അപ്പൊ ഫ്രാൻസ് ആണ്. അടുത്ത പോയിന്റ്, വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസ് രഹിത പരിശോധന സംവിധാനം, അതിനെയാണ് ഡിജി യാത്ര എന്ന് പറയുന്നത്. അപ്പൊ എന്താ ഡിജി യാത്ര? വിമാനത്താവളങ്ങളിൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ യാത്രക്കാരുടെ മുഖം തിരിച്ചറിഞ്ഞുള്ള കടലാസ് രഹിത പരിശോധനയാണ്. ഫേസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള കടലാസ് രഹിത പരിശോധന സംവിധാനത്തെ എന്താ പറയുന്നത്? ഡിജി യാത്ര. ഡിജി യാത്ര. ഓക്കെ അല്ലേ. ഇനി അടുത്ത പോയിന്റ്, 2024 കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഭരണവിലക്ക് ഏർപ്പെടുത്തിയ കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ചെയർമാൻ. ഓക്കെ, 2024 കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഭരണവിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര ലളിതകല അക്കാദമിയുടെ ചെയർമാൻ വി നാഗ്ദാസ് കേട്ടോ. വി നാഗ്ദാസ്. അടുത്ത പോയിന്റ് നോക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷനാണ് നോ യോർ കാൻഡിഡേറ്റ്. അല്ലെ, കാൻഡിഡേറ്റിനെ കുറിച്ച് അറിയണ്ടേ? അപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള വിവരങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കുന്നതിനായിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരെന്താണ്? നോ യോർ കാൻഡിഡേറ്റ്. നോ യോർ കാൻഡിഡേറ്റ്. അടുത്ത പോയിന്റ് നോക്കാം. മയാമി ഓപ്പൺ 2024 ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം സ്വന്തമാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ്? രോഹൻ ബോപ്പണ്ണയും അതേപോലെ തന്നെ മാത്യു എബ്ഡണും ആണ് കേട്ടോ. മയാമി ഓപ്പൺ 2024 ടെന്നീസ് പുരുഷ കിരീടം സ്വന്തമാക്കിയിട്ടുള്ള ആരൊക്കെയാണ്? രോഹൻ ബോപ്പണ്ണയും അതേപോലെ തന്നെ മാത്യു എബ്ഡൺ. നമുക്ക് ജസ്റ്റ് ഒന്ന് മയാമി എന്ന് പറയുമ്പോൾ നമ്മുടെ മയോണൈസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. മയോണൈസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കുറെ എണ്ണ വേണം അല്ലെ. എണ്ണയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അതിനകത്തൊരു എണ്ണയുണ്ട് കേട്ടോ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. ബോപ്പെണ്ണ. അതേപോലെ തന്നെ ഈ മയോണൈസ് ഒക്കെ ഉണ്ടാക്കി നന്നായിട്ടാവുമ്പോൾ എല്ലാവരും വെൽ ഡൺ എന്നൊക്കെ പറയും അല്ലെ.
അപ്പൊ അങ്ങനെ എബ്ഡൺ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മയാമി ഓപ്പൺ 2024 ടെന്നീസ് പുരുഷ ഡബിൾസിൽ കിരീടം സ്വന്തമാക്കിയുള്ളത് രോഹൻ ബോപ്പണ്ണയും മാത്യു എബ്ഡണും ആണ്. ഓക്കെ, പോയിന്റ്സുകൾ ശ്രദ്ധിച്ച സ്ട്രസ്ബർഗ് എന്തായിരുന്നു ലോക പുസ്തക തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള നഗരം അല്ലെ 2024. ഡിജി യാത്രയൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഫേസ് തിരിച്ചറിഞ്ഞിട്ടുള്ള കടലാസ് രഹിത പരിശോധന സംവിധാനം കേട്ടോ. ATP റാങ്കിങ്ങിൽ 1-ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള താരം എന്ന നേട്ടം സ്വന്തമാക്കിയുള്ളത് നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ, ATP റാങ്കിങ്ങിൽ 1-ാം റാങ്കിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച് ആണ്. നമുക്കറിയാം 2023 ഗ്രാൻഡ് സ്ലാം പുരസ്കാരത്തില് 3 നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഓസ്ട്രേലിയൻ ഓപ്പണും ഫ്രഞ്ച് ഓപ്പണും US ഓപ്പണും അഫു എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ്. അപ്പൊ അതുപോലെ തന്നെ ATP റാങ്കിങ്ങിൽ 1-ാം റാങ്കിങ്ങിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടിയിട്ടുള്ള താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നൊവാക് ജോക്കോവിച്ച് ആണ്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതിയ പേര് എന്താണ്? അധിക നികുതി. ഓക്കെ, വലിയ വീടുകളല്ലേ, അപ്പൊ അധിക നികുതി. കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതിയുടെ പുതിയ പേരാണ് അധിക നികുതി. പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ചുള്ള ആഗോള ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കോവിനെറ്റ് പുതിയ കൊറോണ വൈറസ് വകഭേദങ്ങൾ തിരിച്ചറിയുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായിട്ട് ലോകാരോഗ്യ സംഘടന ആരംഭിച്ചിട്ടുള്ള ആഗോള ലബോറട്ടറി ശൃംഖലയാണ് കോവിനെറ്റ്. ഇനി 2024 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിലെ ഗോതമ്പ് ഇനം കത്തിയ ഗെഹു. ഓക്കെ, 2024 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് ലഭിച്ചിട്ടുള്ള ഉത്തർപ്രദേശിലെ ഗോതമ്പ് ഇനം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കത്തിയ ഗെഹു. അതൊന്ന് ഓർത്തു വെക്കുക. ഇനി 2024 ഏപ്രിലിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അബ്ദുൽ ഫത്ത അൽ സിസി. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഏപ്രിൽ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആരാണ്? അബ്ദുൽ ഫത്ത അൽ സിസി. അപ്പൊ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ചോദിക്കുകയാണെങ്കിൽ അബ്ദുൽ ഫത്ത അൽ സിസി. പഠിച്ചു വെക്കണേ. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക രാജ്യങ്ങളുടെ കോസ്റ്റ് ഗാർഡുകൾ നടന്ന ത്രിരാഷ്ട്ര അഭ്യാസമാണ് ദോസ്തി 16. ഓക്കെ, അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ്? മാലദ്വീപ് ഉണ്ട്, ഇന്ത്യയുണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്കയുണ്ട് കേട്ടോ. മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക രാജ്യങ്ങളുടെ കോസ്റ്റ് ഗാർഡുകൾ നടന്ന ത്രിരാഷ്ട്ര അഭ്യാസമാണ് ദോസ്തി 16. ഒന്ന് പഠിച്ചു വെക്കുക, ദോസ്തി 16. ആരൊക്കെയാണ്? മാലദ്വീപും ഇന്ത്യയും ശ്രീലങ്കയും. ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിക്കുകയാണെങ്കിൽ ദേവികയാണ് കേട്ടോ. ദേവികയാണ്. അപ്പൊ ഇന്ത്യയിൽ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചോദിക്കുകയാണെങ്കിൽ ദേവികയാണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. ഹോക്കി ഇന്ത്യ അവാർഡ് 2023 മികച്ച ഗോൾ കീപ്പർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ PR ശ്രീജേഷ് ആണ്. ഹോക്കി ഇന്ത്യ അവാർഡ് 2023 മികച്ച ഗോൾ കീപ്പർ ആരാണ്? PR ശ്രീജേഷ്. അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യയാണ്. അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് എവിടെയാണ്? റഷ്യയിലാണ് കേട്ടോ. അപ്പൊ ഒറൻബർഗ് എന്ന് പറഞ്ഞുള്ള നഗരത്തിലായിരുന്നു. അത് സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യയിലാണ്. അണക്കെട്ടൊക്കെ തകരുമ്പോൾ എല്ലാവരും ഭയങ്കര റഷ് ആയിരിക്കും എന്നൊക്കെ ഓർത്തു വെക്കുക. അപ്പൊ റഷ്യയിലായിരുന്നു. ആ നഗരത്തിന്റെ പേര് ഒറൻബർഗ് കേട്ടോ, ഒറൻബർഗ്. ഇനി 2024 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള പീറ്റർ ഹിഗ്സ് ആരായിരുന്നു? പീറ്റർ ഹിഗ്സ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ. പീറ്റർ ഹിഗ്സ് ഭൗതിക ശാസ്ത്രജ്ഞൻ. ഓക്കെ, അപ്പോ നമ്മുടെ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. ദോസ്തി 16 എന്ന് പറയുന്നത് മാലദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക രാജ്യങ്ങളുടെ കോസ്റ്റ് ഗാർഡുകൾ നടന്നിട്ടുള്ള ത്രിരാഷ്ട്ര അഭ്യാസമാണ് ദോസ്തി 16. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ദേവിക എന്നുള്ളത് പഠിച്ചു വെക്കേണ്ട. ഒരു ദേവി പോലെ, ദേവിക. ഹോക്കി ഇന്ത്യ അവാർഡ് 2023 മികച്ച ഗോൾ കീപ്പർ PR ശ്രീജേഷ്. അണക്കെട്ട് തകർന്ന് പ്രളയം ഉണ്ടാക്കിയതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ഒറൻബർഗ് നഗരം സ്ഥിതി ചെയ്യുന്ന രാജ്യം റഷ്യ. അടുത്ത പോയിന്റ് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയും സൃഷ്ടാവുമായിട്ടുള്ള ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രഗ്യ മിശ്രയാണ്. അപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ChatGPTയും സൃഷ്ടാവുമായിട്ടുള്ള ഓപ്പൺ AIയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ്? പ്രഗ്യ മിശ്ര. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാം. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ കുറെ ആൾക്കാരുടെ ജോലിയൊക്കെ പോയിരിക്കും അല്ലെ.
അപ്പൊ എല്ലാവരും ഇങ്ങനെ പ്രാഗും എന്നൊക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യല്ലോ. അപ്പൊ പ്രാഗും അല്ലെങ്കിൽ പ്രഗ്യ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് ഓർമ്മ വരാനാണ് പേരുകൾ. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് GPT സൃഷ്ടാവുമായിട്ടുള്ള ഓപ്പൺ എഐയുടെ ഇന്ത്യയിൽ ആദ്യ ജീവനക്കാരി ആരായും ചോദിക്കുകയാണെങ്കിൽ പ്രഗ്യ മിശ്ര കേട്ടോ. 2024 ലോക പുസ്തക ദിന പകർപ്പവകാശ ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വഴി വായിക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 2024 ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം റീഡ് യുവർ വേ, നിങ്ങളുടെ വഴി വായിക്കുക. ഓക്കെ, റീഡ് യുവർ വേ. ഇനി 2024 കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ഡി ഗുഗേഷ് ആണ്. 2024 കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ഡി ഗുഗേഷ്. ഡി ഗുഗേഷ്. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞുള്ള താരമാണ് ഡി ഗുഗേഷ് കേട്ടോ. എക്സ്ട്രാ പോയിന്റ്സുകളൊന്ന് കേട്ടുപോവുക. കാൻഡിഡേറ്റ്സ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞുള്ള താരമാണ് ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ്. ഇതിന്റെ വേദി ടൊറന്റോയിലാണ്, കാനഡ. ഓക്കെ, നടന്നിട്ടുണ്ടായിരുന്നത് ടൊറന്റോ, കാനഡയിലാണ് കേട്ടോ. ഇപ്പോ പോയിന്റ്സുകളൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ടോ? പ്രഗ്യ മിശ്ര എന്തായിരുന്നു? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് GPT സൃഷ്ടാവുമായിട്ടുള്ള ഓപ്പൺ എഐയുടെ ഇന്ത്യയിൽ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. ഓക്കെ, ലോക പുസ്തക ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ റീഡ് യുവർ വേ. ഇനി അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശു ക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പാഠ്യ പദ്ധതിയാണ് ആദർശശീല. അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പാഠ്യ പദ്ധതി ഏതാണ്? ആദർശശീല. ആദർശശീല പഠിച്ചു വെച്ചേക്കണേ, ആദർശശീല. 2024 ഏപ്രിലിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്ന കപ്രി ഐലൻഡ് ഏത് രാജ്യത്താണ്? ഇറ്റലിയിലാണ് കേട്ടോ. അപ്പോ 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നിട്ടുള്ള എവിടെയാണ്? ഇറ്റലി. G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നിട്ടുള്ളത് ഇറ്റലിയിലാണ്. നടന്നിട്ടുള്ള കപ്രി ഐലൻഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. കപ്രി ഐലൻഡ് ഇറ്റലിയിലാണ് കേട്ടോ. കപ്രി ഐലൻഡ് ഇറ്റലി. ഓക്കെ, ഇനി 2024 ഏപ്രിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള തെക്കേ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. അപ്പോ 2024 ഏപ്രിൽ ഊർജ അടിയന്തരാവസ്ഥ എനർജി എമർജൻസി ഒക്കെ പ്രഖ്യാപിക്കപ്പെട്ടുള്ള തെക്കേ അമേരിക്കൻ രാജ്യം ഇക്വഡോർ ആണ്. അപ്പോ എനർജിയിലൊക്കെ ഒരു എമർജൻസി വന്നു അല്ലെ. അപ്പോ എനർജി ഒന്നും ഇല്ല, അതായത് കറണ്ട് ഒന്നും ഇല്ലാന്ന് ഓർക്കാം. അപ്പൊ എല്ലാവരും വീടിന്റെ അകത്താണെന്ന് ഓർക്കുക കേട്ടോ. ഡോർ വീടിന്റെ അകത്താണെന്നൊക്കെ ഓർത്തു വെക്കാം. ഇക്വഡോർ ആണ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കാം, ഇക്വഡോർ. അപ്പൊ 2024 ഏപ്രിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള തെക്കേ അമേരിക്കൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഇക്വഡോർ ആണ്. 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടി ഇ വിസ ആരംഭിച്ചുള്ള രാജ്യം ജപ്പാൻ ആണ്. ഇ വിസ. ഓക്കെ, അപ്പോ 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഈ വിസ ആരംഭിച്ചുള്ള രാജ്യം ജപ്പാൻ. അപ്പൊ ആദർശശീല ഓർമ്മയുണ്ടോ? അങ്കണവാടി കുട്ടികൾക്കായിട്ട് കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുള്ള പാഠ്യപദ്ധതിയാണ് ആദർശശീല. പിന്നെ 2024 ഏപ്രിൽ G7 വിദേശകാര്യ മന്ത്രിമാരുടെ യോഗം നടന്നിട്ടുള്ള എവിടെയായിരുന്നു? ഇറ്റലിയിൽ അല്ലെ. അപ്പൊ അവിടെ കാപ്രി ഐലൻഡിലായിരുന്നു. 2024 ഏപ്രിൽ ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ള തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇക്വഡോർ ആണ്. 2024 ഏപ്രിൽ ഇന്ത്യൻ സഞ്ചാരികൾക്ക് വേണ്ടിയിട്ട് ഈ വിസ ആരംഭിച്ചിട്ടുള്ള രാജ്യം ജപ്പാനാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ലോറസ് സ്പോർട്സ് അവാർഡ്സ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം സ്പോർട്സ് നമ്മുടെ വേൾഡിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സ്പോർട്സിന് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്. ഹയസ്റ്റ് ഓണർ ചെയ്യപ്പെടുന്ന ഒരു പുരസ്കാരമാണ് ലോറസ് സ്പോർട്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ 2024 അത് കിട്ടിയിട്ടുള്ളത് മികച്ച പുരുഷ താരം നൊവാക് ജോക്കോവിച്ച് ആണ്. ഓക്കെ, നൊവാക് ജോക്കോവിച്ച്. അപ്പൊ നമ്മൾ നേരത്തെയും പറഞ്ഞു 2023 ഗ്രാൻഡ് സ്ലാം പുരസ്കാരത്തില് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ ഒക്കെ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ചിനാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നൊവാക് ജോക്കോവിച്ചിന് കൊടുത്തു എന്ന് ഓർക്കുക കേട്ടോ. മികച്ച പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്. ഇനി മികച്ച വനിതാ താരം ചോദിക്കുകയാണെങ്കിൽ ഐതാന ബോൺമതി. ഓക്കെ, ബോള് മതി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരു താരാണെന്ന് ഓർക്കാം. അപ്പൊ സ്പോർട്സിന് കിട്ടിയെന്ന് ഓർക്കാം. മികച്ച വനിതാ താരം ഐതാന ബോൺമതി. ഇനി 5ാം തവണയാണ് സെർബിയൻ ടെന്നീസ് താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ചിന് ലോറസ് പുരസ്കാരം ലഭിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. 5th ടൈം ആണ് കിട്ടുന്നത് കേട്ടോ നൊവാക് ജോക്കോവിച്ചിന്. ഓക്കെ, അപ്പൊ സെർബിയൻ താരമാണെന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. നോ സർ എന്നൊക്കെ ഓർക്കുക കേട്ടോ. അപ്പൊ സെർബിയൻ താരമാണ്. ഇനി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചത് ഏത് ജില്ലയിലാണ്? പാലക്കാടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചു. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ്? സുനിത വില്യംസിന്റെ പേരിലാണ് കേട്ടോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്നിട്ടുള്ള വനിത എന്ന റെക്കോർഡ് ആരുടെ പേരിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സുനിത വില്യംസിന്റെ
പേരിലാണ്. അപ്പോൾ ഈ പോയിന്റുകളൊന്ന് ഓർത്തു വയ്ക്കാം. ലോറസ് സ്പോർട്സ് അവാർഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. 5ാമത്തെ തവണയാണ് സെർബിയൻ താരമായിട്ടുള്ള നൊവാക് ജോക്കോവിച്ചിന് ഇത് കിട്ടുന്നത് എന്നുള്ള പോയിന്റ് ഓർത്തു വയ്ക്കുക കേട്ടോ. ഇനി ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ലേസർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യം റൊമാനിയ. ഓക്കെ, ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ലേസർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള രാജ്യം റൊമാനിയ. നമ്മൾ പലപ്പോഴും ലേസറൊക്കെ നമ്മുടെ റൂമിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെ നോക്കാറില്ലേ? അപ്പോൾ റൂം അല്ലെങ്കിൽ റൊമാനിയ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ലേസർ വികസിപ്പിച്ചെടുത്തുള്ള രാജ്യം റൊമാനിയ. അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ് ആണ്. അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ്. നമുക്ക് സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് പിന്നീട് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഒന്ന് ജസ്റ്റ് പോയിന്റ്സുകൾ കേട്ടുപോയിക്കോളൂ. 2024 ഏപ്രിൽ അന്തരിച്ചിട്ടുള്ള ഉണ്ണി ആറന്മുള ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സംവിധായകനാണ് കേട്ടോ. പോയിന്റ് നോക്കാം. 2024 ആശാൻ യുവകവി പുരസ്കാരത്തിന് അർഹനായത് സുബിൻ അമ്പിത്തറയിലാണ് കേട്ടോ. സുബിൻ അമ്പിത്തറയിലാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു ക്ലിപ്പ് കണ്ടോക്കാം. അപ്പൊ ഇതിൽ കാണിക്കുന്ന പോലെ ആശാൻ തറയിൽ വീണു എന്നൊന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ സുബിൻ അമ്പിത്തറയിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ആപ്പാണ് വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ശതമാനം ജനങ്ങളെ അറിയിക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ആപ്പ് ഏതാണ്? വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. ആറന്മുള സംവിധായകൻ. അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദുബായ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയിട്ടുള്ള ലേസർ വികസിപ്പിച്ചെടുത്തുള്ള രാജ്യം റൊമാനിയ. വോട്ടർ ടേൺ ഔട്ട് ആപ്പ്. ഇതൊക്കെ ഓർക്കുക. അടുത്തത് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാവുന്നത് ഗോപി തോട്ടക്കുറയാണ്. ആന്ധ്രാപ്രദേശുകാരനാണ് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരി. അപ്പോൾ ബഹിരാകാശത്ത് വിനോദസഞ്ചാരിയായിട്ടൊക്കെ പോകുമ്പോൾ ഒരു ഗോപിയൊക്കെ തൊട്ട് പോയി എന്നൊക്കെ ഓർക്കുക കേട്ടോ. അല്ലെങ്കിൽ കാര്യം ഗോപി ആവുന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ ഗോപി തോട്ടക്കുറ. ഇനി 2024 ഏപ്രിൽ പുറത്തു വന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അപ്പൊ ഇന്ത്യയിലെ ജനസംഖ്യ നോക്കിക്കോളൂ. 144.17 കോടിയാണ്. 2ാം സ്ഥാനത്ത് ചൈനയാണ് കേട്ടോ. ഇനി കെ നീലകണ്ഠന്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് സുരേഷ് ഇളമണ്ണാണ്. കെ നീലകണ്ഠന്റെ ജീവചരിത്രം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും. അപ്പൊ ജസ്റ്റ് നമുക്ക് ഈ ഇളമണ്ണ് എന്ന് പറയുമ്പോൾ ഒരു ക്ലേ ആയിട്ടൊക്കെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഈ ക്ലേ ഒക്കെ വെച്ചിട്ട് പക്ഷികളെയും ഒരു മനുഷ്യനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കണമായിട്ട് നമുക്കൊന്ന് സങ്കല്പിക്കാം. ക്ലേ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മണ്ണ് കേട്ടോ. ഇളയ മണ്ണ് എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അപ്പൊ സുരേഷ് ഇളമൺ. കെ നീലകണ്ഠന്റെ ജീവിതം ആസ്പദമാക്കി പക്ഷികളും ഒരു മനുഷ്യനും എന്ന ചരിത്ര ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് ആരാണ്? സുരേഷ് ഇളമൺ. കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഗോപി തോട്ടക്കുറ ഓർമ്മയുണ്ടല്ലോ. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദസഞ്ചാരിയാവുന്നത് ഗോപി തോട്ടക്കുറ. അടുത്ത പോയിന്റ് നോക്കാം. എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള വിമാനത്താവളം ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് അല്ലെ. ഈ മൈക്കിൾ ജാക്സന്റെ പേര് കൊടുക്കുമ്പോൾ തന്നെ നല്ല തിരക്കാണെന്നൊക്കെ ഓർത്തു വെക്കുക അല്ലെ. അപ്പോ US അറ്റ്ലാന്റയിലാണ്. അപ്പൊ എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ ACI പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള വിമാനത്താവളം ഹാർട്ട്സ്ഫീൽഡ് ജാക്സൺ ഇന്റർനാഷണൽ എയർപോർട്ട്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക ഇന്ത്യൻ വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഡൽഹിയിലെ കേട്ടോ. അപ്പോ രണ്ടും മറക്കണ്ട. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക ഇന്ത്യൻ വിമാനത്താവളം ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ആണ് ഡൽഹി. സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായി കൈപുസ്തകം പുറത്തിറക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. സമ്മതിദായകർക്ക് വേണ്ടി ആദ്യമായിട്ട് കൈപുസ്തകം പുറത്തിറക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ് പാട്രിയോട്ട്. അടുത്തിടെ അന്തരിച്ചിട്ടുള്ള റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവാൽനിയുടെ ഓർമ്മക്കുറിപ്പ് ഏതാണ്? പാട്രിയോട്ട് ആണ് കേട്ടോ. പാട്രിയോട്ട് ആണ്. ഓക്കെ, പോയിന്റ്സുകളൊക്കെ എല്ലാവർക്കും റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് കയറാം. ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയിട്ടുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ്. ഓക്കെ, ബ്രഹ്മോസ്. അപ്പൊ ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയിട്ടുള്ള സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ആണ് ബ്രഹ്മോസ്. ഈ ഫിലിപ്പൈൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പയ്യൻസ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാലോ. പയ്യൻസിനൊക്കെ പല കാര്യങ്ങളോടും ഭയങ്കര ബ്രഹ്മോ ആയിരിക്കുന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ ബ്രഹ്മോസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഇനി സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് സഞ്ജന സംഗി. സ്പേസ് ഇന്ത്യയുടെ
പുതിയ ബ്രാൻഡ് അംബാസിഡർ ആണ് സഞ്ജന സംഘി. അപ്പൊ കുറെ സഞ്ജന എന്ന് പറയുമ്പോൾ നമുക്കൊരു ജന എന്നൊക്കെ ഓർക്കാം അല്ലെ. സഞ്ജന കുറെ ജനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനസംഖ്യ കൂടുതലാണെങ്കിൽ സ്പേസ് വേണം എന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? സഞ്ജന സംഘി. സഞ്ജന സംഘി. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപം തെളിയിച്ചിട്ടുള്ള ഗ്രീക്ക് നടി ആരാണ്? മേരി മീന. നമുക്കറിയാം 2024 ഒളിമ്പിക്സ് നടക്കുന്ന എവിടെയാണ്? പാരീസിലാണ് അല്ലെ. പാരീസിലാണ്. അപ്പൊ ടോക്കിയോ ഒളിമ്പിക്സ് 2020 നടന്നു. 2021 നടന്നിട്ടുണ്ടായിരുന്നത് കോവിഡ് ഇഷ്യൂ കാരണം. ടോക്കിയോ ഒളിമ്പിക്സ് 2024 പാരീസിൽ. പിന്നെ 2028 എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലാണ്. 2032 നടക്കാൻ പോകുന്നത് ബ്രിസ്ബെയിനിലാണ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ടോപ്പില് ലോബി എന്ന് ഓർത്താൽ മതി കേട്ടോ. ടോപ്പില് ലോബി. അപ്പൊ ടോക്കിയോ ഒളിമ്പിക്സ് പാരീസ്, ലോസ് ഏഞ്ചൽസ്, ബ്രിസ്ബെയിൻ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കും കേട്ടോ. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപം തെളിയിച്ചുള്ള ഗ്രീക്ക് നടി ആരാൻ ചോദിക്കുകയാണെങ്കിൽ മേരി മീന. മേരി മീന കേട്ടോ. പാരി മേരി എന്നൊക്കെ ഓർക്കാമല്ലോ അല്ലെ. പാരീസ് എന്ന് പറയുമ്പോൾ മേരി, പാരി, മേരി എന്നൊക്കെ ഓർക്കാം. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപം തെളിയിച്ചുള്ള ഗ്രീക്ക് നടി മേരി മീന. 2024 ഏപ്രിൽ കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി. 2024 ഏപ്രിൽ കളിസ്ഥലം ഇല്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. അപ്പൊ സഞ്ജന സംഘി എന്തായിരുന്നു? സ്പേസ് ഇന്ത്യയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ അല്ലെ. പിന്നെ ഇന്ത്യയിൽ നിന്നും ഫിലിപ്പൈൻസ് വാങ്ങിയുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഏതാ? ബ്രഹ്മോസ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 2024 പാരീസ് ഒളിമ്പിക്സിന്റെ ദീപം തെളിയിച്ചിട്ടുള്ള ഗ്രീക്ക് നടി മേരി മീന എന്നുള്ളതും ഓർക്കുക കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോടാണ്. സൊസൈറ്റിയുടെ പേരാണ് ട്രാൻസ്മുദ്ര. ട്രാൻസ്മുദ്ര. കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട്. കോഴിക്കോടാണ്. ഫിലിം സൊസൈറ്റിയുടെ പേരെന്താണ്? ട്രാൻസ്മുദ്ര. ഒരു മുദ്രയൊക്കെ കാണിച്ചു എന്ന് ഓർക്കുക കേട്ടോ. ഓക്കെ. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് മുഹമ്മദ് സലേം ആണ്. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് മുഹമ്മദ് സലേം. അപ്പൊ ഈ ഫോട്ടോ അവാർഡ് അല്ലേ പറഞ്ഞല്ലോ, വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സലാം കൊടുത്തു എന്നൊക്കെ ഓർക്കാം അല്ലെ. സലാം, സലേം ആയിട്ടൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. മുഹമ്മദ് സലേമിനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. റോയിറ്റേഴ്സ് ഫോട്ടോഗ്രാഫർ ആണ്. അപ്പൊ 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ജേതാവ് ആരാണ്? മുഹമ്മദ് സലേം. ഓക്കെ. ഒരു സലാം കൊടുത്തു എന്നൊക്കെ ഓർത്തു വെക്കാം. ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ടുള്ള മലയാളി വനിത മിന്നുമണിയാണ്. ആദ്യമായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ടുള്ള മലയാളി വനിത ആരാൻ ചോദിക്കുകയാണെങ്കിൽ മിന്നുമണി. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന്റെ നൽകിയിട്ടുള്ള പേര് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണത്തിന് നൽകിയിട്ടുള്ള പേരെന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ്. ഓക്കെ. അപ്പൊ 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് കിട്ടിയിട്ടുള്ള ആർക്കാണ്? മുഹമ്മദ് സലേം. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫിലിം സൊസൈറ്റി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട്. അതൊന്ന് ഓർത്തു വെക്കണേ. ഇനി 2024 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള കേരളത്തിന്റെ പദ്ധതിയാണ് കെ ഫോൺ പദ്ധതി. ഓക്കെ. എല്ലാവർക്കും ഇന്റർനെറ്റ് സാധ്യമാവുക എന്ന ലക്ഷ്യത്തോടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. 2024 ഏഷ്യൻ ടെലികോം അവാർഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള കേരളത്തിന്റെ പദ്ധതി ഏതാണ്? കെ ഫോൺ ആണ് കേട്ടോ. അടുത്തിടെ പൊട്ടിത്തെറിച്ചിട്ടുള്ള റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. അപ്പൊ നമുക്കറിയാം ഇന്തോനേഷ്യയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടല്ലോ. അപ്പൊ അടുത്തിടെ പൊട്ടിത്തെറിച്ചിട്ടുള്ള റുവാങ് കേട്ടോ. റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഇന്തോനേഷ്യ. ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ന്യൂസ് വീക്ക് മാസികയുടെ കവർ പേജിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഇതൊക്കെ ഒന്ന് കേട്ടുപോവാ. ഓക്കെ. അപ്പൊ അടുത്തിടെ പൊട്ടിത്തെറിച്ചുള്ള റുവാങ് അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യ. കെ ഫോൺ ഓർമ്മയുണ്ടല്ലോ. കെ ഫോൺ എന്തായിരുന്നു? 2024 ഏഷ്യൻ ടെലികോം അവാർഡ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള കേരളത്തിന്റെ പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയിട്ടുള്ള ബോക്സിംഗ് താരമാണ് മേരി കോം കേട്ടോ. അപ്പോ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് പിന്മാറിയിട്ടുള്ള ബോക്സിംഗ് താരമാണ് മേരി കോം. മേരി കോം ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. അതും കൂടെ അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇന്ത്യയിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള മുഖം തിരിച്ചറിയൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള സംവിധാനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡിജി യാത്ര അല്ലെ. ഇനി ലോക സൈബർ ക്രൈം സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയാണ്. അവിടെ ഭയങ്കര റഷ്യൊക്കെ ആയതുകൊണ്ട് അവിടെ ഭയങ്കര ക്രൈം ഒക്കെ നടന്നു ഓർക്കാം. ലോക സൈബർ ക്രൈം സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ. 5 വർഷത്തെ കാലാവധിയോടെ IMF മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്റ്റലീന ജോർജ്.
ആരാണ്? അപ്പൊ എന്താണ് IMF എന്ന് പറഞ്ഞാൽ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആണ്. മോണിറ്ററി പൈസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ 5 വർഷത്തെ കാലാവധിയോടെ IMF മാനേജിംഗ് ഡയറക്ടറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ക്രിസ്റ്റൽ ജീവിയ. ഓക്കെ, ജസ്റ്റ് ഓർക്കാം, ഈ മോണിറ്ററി എന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പൊ മോണിറ്ററി എന്ന് പറയുമ്പോൾ ക്രിസ്റ്റലിനൊക്കെ നല്ല പൈസയാണെന്നൊക്കെ ഓർക്കാലോ അല്ലെ? ക്രിസ്റ്റലിനൊക്കെ ഭയങ്കര പൈസയാണെന്ന് ഓർക്കാം. അപ്പൊ IMF ഡയറക്ടറായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആരാണ്? ക്രിസ്റ്റലീന ജോർജീവിയ. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് മൈക്കോളാസ് അലക്ന? ഏതാണ്? ഡിസ്കസ് ത്രോ ആണ്. ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് മൈക്കോളാസ് അലക്ന? ഡിസ്കസ് ത്രോ. നമ്മളിപ്പോ മൈക്കിലൊക്കെ എന്തെങ്കിലും പറയണേക്കാളും മുമ്പ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും പറയാം അല്ലെ? അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കാം, ഡിസ്കസ് ത്രോ ആണ് കേട്ടോ. ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് മൈക്കോളാസ് അലക്ന? ഡിസ്കസ് ത്രോ. 2024 P ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രാഘവനാണ്. ഭാസ്കരൻ രാഘവൻ പഠിച്ചു വെക്കുക. 2024 P ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രാഘവനാണ് കിട്ടിയിട്ടുള്ളത്. 2024 കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് മലയത്ത് അപ്പുണ്ണി. ഇതൊക്കെ ഓർക്കാലോ. 2024 കുഞ്ഞുണ്ണി അപ്പുണ്ണി കേട്ടോ. കുഞ്ഞുണ്ണി പുരസ്കാര ജേതാവ് മലയത്ത് അപ്പുണ്ണി. കേരളത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അധിക നികുതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ? കേരളത്തിൽ വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അധിക നികുതി. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ കൊട്ടാരക്കരയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാണ്. അപ്പൊ ദാരിദ്ര്യം ഒന്നും ഇല്ല, കൊട്ടാരം പോലെയൊക്കെ ഇരിക്കുന്നൊക്കെ ഓർക്കാം അല്ലെ? ദാരിദ്ര്യം ഒന്നും ഇല്ലാണ്ട്. അപ്പൊ കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയിൽ കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ എന്ന നേട്ടം കൈവരിക്കാൻ പോകുന്ന നഗരസഭ കൊട്ടാരക്കര. 2024 ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മഡഗാസ്കറിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഗമാനെ. ഗമാനെ. ഓക്കെ, അപ്പൊ 2024 ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മഡഗാസ്കറിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റ് ഗമാനെ. മഡഗാസ്കർ നോക്കി അതിനകത്ത് മായും ഗായൊക്കെ ഉണ്ട് അല്ലെ? അങ്ങനെ ഗായും മായൊക്കെയുള്ള ഗമാനെയാണ് നമ്മുടെ ചുഴലിക്കാറ്റ് കേട്ടോ. 2024 ദ്വീപ് രാഷ്ട്രമായിട്ടുള്ള മഡഗാസ്കറിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റാണ് ഗമാനെ. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കലയാണ്. സർഫ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വർക്കാണെന്ന് ഓർക്കാം. അപ്പൊ 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കലയാണ്, തിരുവനന്തപുരം. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ആണിത് കേട്ടോ. അപ്പൊ 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? വർക്കല. വർക്കല എന്നുള്ളത് ഓർത്തു വെക്കാം. താപനില രേഖപ്പെടുത്താൻ തുടങ്ങിയ ശേഷം ഏറ്റവും ചൂടേറിയിട്ടുള്ള മാസം എന്ന റെക്കോർഡ് വന്നിട്ടുള്ളത് 2024 മാർച്ചിലാണ്. അതൊന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭ ഏതാണ്? കൊട്ടാരക്കര. മഡഗാസ്കറിൽ വീശിയുള്ള ചുഴലിക്കാറ്റ് ഗമാനെ. 2024 അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവലിന്റെ വേദി വർക്കല. ഓർത്തു വെക്കുക കേട്ടോ. ഇനി 2024 ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി. മെനി കഞ്ചാവ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ? അപ്പൊ 2024 ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ജർമ്മനിയാണ്. പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള നെമാസ്പിസ് വാൻഗോഗി ഏത് ഇനത്തിൽപ്പെട്ടിട്ടുള്ള ജീവിയാണ്? പല്ലിയാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള നെമാസ്പിസ് വാൻഗോഗി. നമ്മൾ ഈ ഗൗളി എന്നൊക്കെ പറഞ്ഞ പോലെ ഗൗളി എന്നൊക്കെ ഓർക്കുക, പല്ലിയാണ്. ഇനി 2024 മാർച്ചിൽ അന്തരിച്ചിട്ടുള്ള ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമയാണ്. 2024 മാർച്ചിൽ അന്തരിച്ചിട്ടുള്ള ഡാനിയൽ ബാലാജി ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമ രംഗത്താണ് കേട്ടോ. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി. കേരളത്തിൽ തുമ്പികൾ അല്ലെ? തുമ്പികളൊക്കെ കുട്ടികൾക്ക്, ഉണ്ണികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് ഓർക്കാം. ശെന്തുരുണി. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി, കൊല്ലം. അപ്പോ നെമാസ്പിസ് വാൻഗോഗി ഓർക്കാം. പിന്നെ ജർമ്മനി എന്ന് പറയുന്നത് 2024 ഏപ്രിൽ കഞ്ചാവ് ഉപയോഗം നിയമാനുസൃതമാക്കിയിട്ടുള്ള യൂറോപ്യൻ രാജ്യമാണ് ജർമ്മനി അല്ലെ? ഇനി അടുത്ത പോയിന്റ്, നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആചരിച്ചത്. വൈക്കം സത്യാഗ്രഹം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും പഠിച്ചേക്കുക കേട്ടോ. GK-ല് ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പൊ നവോത്ഥാന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയിട്ടുള്ള ഏത് ചരിത്ര സംഭവത്തിന്റെ 100ാം വാർഷികമാണ് 2024 ആചരിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ആണ്. ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായിട്ട് നിയമിക്കപ്പെട്ട മലയാളി ഒളിമ്പ്യൻ ചോദിക്കുകയാണെങ്കിൽ ഷൈനി വിൽസൺ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രം ഇറ എന്ന് പറയുന്നത്. അതിന്റെ സംവിധായകൻ സാം ഭട്ടാചാര്യ. ഞാൻ ഓർത്തേക്കണത് ഈ പല സിനിമകൾക്കും നമ്മൾ ഇരയാവും അല്ലെ? ഇരയാവും എന്നൊക്കെ ഓർക്കാം. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള ചിത്രമാണ് ഇറ.
സംവിധായകൻ സാം ഭട്ടാചാര്യ. പുരുഷ ടെന്നീസിൽ പ്രായമേറിയിട്ടുള്ള 1ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. പാരീസ് ഒളിമ്പിക്സിന് യോഗ്യം നേടിയിട്ടുള്ള മീരാബായ് ചാനു ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരോദ്വഹനം. ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മീരാബായ് ചാനു. 2024 ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത്? 75ാമത്തെ കേട്ടോ. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ആരംഭിച്ചിട്ടുള്ള 1950 ഏപ്രിൽ 1-നാണ്. അപ്പോൾ 75 എന്നുള്ളത് ഓർത്തു വെക്കാം. 2024 ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത്? 75 എന്നുള്ളത് ഓർക്കാം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീടുമുറ്റത്തെ വിദ്യാലയം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അടുത്ത പോയിന്റ് നോക്കാം. പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. വീട്ടുമുറ്റത്തെ വിദ്യാലയം പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് കേട്ടോ. അപ്പൊ വീട്ടുമുറ്റത്തെ വിദ്യാലയം പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ 2024 ആകാശവാണി തിരുവനന്തപുരം നിലയം എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചിട്ടുള്ളത്? 75 എന്നുള്ളത് ഓർത്തു വെക്കാം. റിസർവ് ബാങ്കിന്റെ 90ാമത്തെ മായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയിട്ടുള്ളത്? 90 രൂപയുടെ നാണയം. അപ്പൊ റിസർവ് ബാങ്കിന്റെ 90ാമത്തെ വാർഷികത്തിന്റെ സ്മാരകമായി എത്ര രൂപയുടെ നാണയമാണ് പുറത്തിറക്കിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 90 രൂപയുടെ നാണയം കേട്ടോ. റിസർവ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് 1935 ഏപ്രിൽ 1-നാണ്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താ? മൈ ഹെൽത്ത് മൈ റൈറ്റ് അല്ലെ. എന്റെ ആരോഗ്യം എന്റെ അവകാശമാണ്. അപ്പൊ 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം ചോദിക്കുകയാണെങ്കിൽ എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഓക്കെ. ഇനി പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് ഹാറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗ് നൽകുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് ഹാറ്റ്സ്. അപ്പൊ അവരുടെ തൊപ്പി അല്ലെങ്കിൽ ഹാറ്റ് ആയിട്ടൊക്കെ ഒന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. ഹാറ്റ്സ് എന്ന് പറയുന്നത്